അപ്പൊ എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ 38ാമത്തെ ബുക്ക് ലോങ് വാക്ക് ടു ഫ്രീഡം, ഓട്ടോബയോഗ്രഫി ഓഫ് നെൽസൺ മണ്ടേല. നമ്മളിപ്പോ ഇതിന് തൊട്ട് മുമ്പ് സെഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഡിസ്കസ് ചെയ്ത് പോരുമായിരുന്നു എ ലോങ് വാക്ക് ടു ഫ്രീഡം. ആ ഒരു ഇന്നത്തെ കാലഘട്ടത്തിലേക്ക് ഏതൊരു ജനറേഷനിലുള്ള വ്യക്തിയും വായിച്ചിരിക്കേണ്ട തരത്തിലുള്ള ഇൻഡെപ്ത് ആയിട്ടുള്ള ലാംഗ്വേജ് ആയിക്കോട്ടെ, അതില് ഈച്ച് ആൻഡ് എവറി പാർട്ട് ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ളത് വളരെ ഡീറ്റെയിൽ ആയിട്ടാണ്. ആൻഡ് വെരി വെരി ഗ്രേറ്റ്ഫുൾ ടു ഡോക്ടർ ശങ്കർ റാം സാറാണ് ഇത് സജസ്റ്റ് ചെയ്ത് തന്നെ. കൂടാതെ നമ്മുടെ ബുക്ക് ക്ലബ് മെമ്പേഴ്സ് 12 പേരിലൂടെയാണ് നമ്മൾ ഇത് കേട്ടത്. അത്രയും ലെങ്ത്തും ഡെപ്തും ബ്രെഡ്ത്തും ഉള്ള ഒരു കണ്ടന്റ് ആയതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും തന്നെ, അതായത് റസീന മാഡത്തിൽ തുടങ്ങി ജോസ് തച്ചിൽ സാറിൽ അവസാനിക്കുമ്പോ നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടേതായിട്ടുള്ള പേഴ്സ്പെക്ട് അത് എടുത്ത് വളരെ ഭംഗിയായിട്ട് ഒരു സിനിമ കാണുന്നത് പോലെ നിങ്ങൾ അത് പറഞ്ഞു തന്നു. ഓരോരുത്തരും ഇപ്പൊ ഇതിൽ നമ്മൾ പറഞ്ഞതുപോലെ ഇതിന്റെ ഒരു കോപ്പി മേടിച്ചു വെച്ച് നമ്മൾ വായിക്കേണ്ടത് തന്നെയാണ്. ഇറ്റ് ഈസ് ഇമ്പോസിബിൾ അൺടിൽ ഇറ്റ്സ് ഡൺ എന്ന നെൽസൺ മണ്ടേലയുടെ കോട്ട് നമ്മൾ പലപ്പോഴായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോ ഇത്രയും കമ്മിറ്റഡ് ആയിട്ട് പേഴ്സിവറൻസോട് കൂടി എങ്ങനെ നമുക്ക് ആ ഒരു ഗോളിലേക്ക് വേണ്ടി നമ്മളെ പ്രിപ്പയർ ചെയ്യിക്കാം, അത് ഒരു കുഞ്ഞ് മണ്ടേലയുടെ ആ ഒരു ഗ്രോത്ത് തുടങ്ങി എങ്ങനെ ഒരു പ്രസിഡന്റ് ഓഫ് സൗത്ത് ആഫ്രിക്ക ആയി എന്നുള്ളത് നമ്മൾ ഈ ഒരു ബുക്കിലൂടെ അറിഞ്ഞു. കൂടാതെ ഇപ്പൊ ഇതിനു വേണ്ടി നമ്മൾ സെർച്ച് ചെയ്ത് നോക്കിയപ്പോഴാണ് മനസ്സിലായേ 10ാം ക്ലാസ്സില് നമുക്ക് ലോങ് വാക്ക് ടു ഫ്രീഡം സബ്ജക്റ്റ് ആയിട്ടും NCERT നമുക്ക് CBSEയിലും ഒക്കെ പഠിക്കാനും ഉണ്ട്. അപ്പൊ ഒരുപാട് കുട്ടികൾക്ക് പ്രചോദനമായിട്ട് നമുക്ക് ഇനി വരുന്ന ജനറേഷനിൽ ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങനെ ഒരു ബുക്ക് ഉണ്ട്, അതിന്റെ ഒരു അബ്സ്ട്രാക്റ്റ് ആണ് നിങ്ങൾക്ക് പഠിക്കാൻ തന്നിട്ടുള്ളത്, ഇത് നിങ്ങൾ വായിച്ചു നോക്കണം എന്ന് നമുക്ക് ഇതിൽ ഓരോരുത്തർക്കും ഒരു കുട്ടിയെങ്കിലും ഇത് വായിക്കാനായിട്ട് പ്രചോദിപ്പിക്കാൻ സാധിക്കട്ടെ. സോ ഐ വെൽക്കം ഓൺ ബിഹാഫ് ഓഫ് പ്രചോദന ബുക്ക് ക്ലബ് റസീന മാം, ഓവർ ടു യു മാം. ഓക്കെ, താങ്ക് യു ഉഷ. ശരിക്കും പറഞ്ഞാൽ മിക്കവാറും പുസ്തകങ്ങൾ സമയം കിട്ടുന്ന അനുസരിച്ച് പ്രചോദന ബുക്ക് ഹൗസിൽ ചേർന്നത് തുടങ്ങി എനിക്ക് പറ്റുന്നത്രയും പുസ്തകങ്ങൾ ഞാൻ വായിച്ചിട്ടുണ്ട്. കാരണം പുസ്തകം സെലക്ട് ചെയ്യുന്ന ആ ഒരു രീതി ഉണ്ടല്ലോ, അത് ഒരിക്കലും നഷ്ടമായിരിക്കില്ല എന്ന് നമുക്ക് ബോധ്യമുള്ള പുസ്തകങ്ങൾ സെലക്റ്റഡ് ആയി വരുന്നത് കൊണ്ട് തന്നെ കഴിയുന്നത്ര പുസ്തകങ്ങൾ ഞാൻ വായിക്കാറുണ്ട്. പക്ഷെ ചിലപ്പോഴറിയാലോ, മനുഷ്യ സഹജമായ ബുദ്ധിമുട്ടുകളും ഡിഫിക്കൽട്ടിയും ചില സമയത്ത് ട്രാവലും ഒക്കെ ആയുമ്പോൾ ചിലത് മിസ് ചെയ്യും എന്നല്ലാതെ. അപ്പൊ എന്നോട് ഉഷ ഈ ലോങ് വാക്ക് ടു ഫ്രീഡം എന്ന് പറയുന്ന നെൽസൺ മണ്ടേലയുടെ ബുക്കാണ് എന്ന് പറഞ്ഞപ്പോ തന്നെ ഉഷയ്ക്കറിയാം ഞാൻ ചാടിക്കയറി സമ്മതിച്ചു. കാരണം ഒരു പക്ഷേ ഞാൻ ജീവിതത്തില് എന്റെ മോഡലായിട്ട് ഒരു റോൾ മോഡൽ ആക്കാനുള്ള വലിപ്പമൊന്നും എനിക്കില്ല എന്നെനിക്കറിയാം. ഒരു നെൽസൺ മണ്ടേലയെ പോലെയുള്ള ഒരു വ്യക്തിത്വത്തിനെ റോൾ മോഡലാക്കാൻ പോലുമുള്ള ധൈര്യം എനിക്കില്ലാത്ത ഒരു തിരിച്ചറിവ് എനിക്കുണ്ട്. അത്രയും ഞാൻ ബഹുമാനിക്കുന്ന, ആദരിക്കുന്ന, അങ്ങനെ ഒരിക്കലും ഒരു മനുഷ്യ ജീവിതത്തിൽ ഇത് സാധ്യമാണോ എന്ന് നമ്മൾ അത്ഭുതപ്പെട്ടു പോകുന്ന ഒരു വ്യക്തിയാണ് നെൽസൺ മണ്ടേല. ഇത് എൻ്റെ അച്ഛനും അമ്മയും അധ്യാപകരായത് കൊണ്ടായിരിക്കണം ഞാൻ ചെറിയ കുട്ടിയായിരുന്നപ്പോൾ മുതലേ അദ്ദേഹത്തിന്റെ കഥകളും അദ്ദേഹത്തിന്റെ ഈ മീൻസ് ആ ദൃഢതയും ധൈര്യവും ആ സൗത്ത് ആഫ്രിക്കയിൽ നടത്തിയിട്ടുള്ള സമരങ്ങളും എല്ലാം എൻ്റെ അച്ഛനും അമ്മയും ഒക്കെ നമ്മുടെ വീട്ടിലെ നിത്യ ചർച്ചകളിൽ പെട്ടതാണ്. അതുകൊണ്ട് വളരെയേറെ നൊസ്റ്റാൾജിക് ഫീലിങ്ങോടുകൂടിയാണ് ഞാൻ ഈ പുസ്തകം വായിക്കുന്നത്. ഞാൻ വായിക്കാൻ എടുക്കുമ്പോ അതിങ്ങനെ ചെറിയ ചെറിയ അക്ഷരമായതുകൊണ്ട് ബുദ്ധിമുട്ടോടുകൂടി ഞാൻ ഇങ്ങനെ കുത്തിയിരുന്നത് ചെയ്തപ്പോ എന്റെ ഹസ്ബൻഡ് ചോദിച്ചു, എന്തുവാണ് ഇത്ര കഷ്ടപ്പെട്ടിരുന്ന് വായിച്ച് എഴുതുന്നതെന്ന് ചോദിച്ചപ്പോഴാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ പറഞ്ഞു, അയ്യോ എന്റെ കയ്യിൽ ഈ പുസ്തകമുണ്ട്, പുസ്തകം വായിക്ക്, അത് കുറച്ചുകൂടി ഇതാണല്ലോ ക്ലാരിറ്റി ഉണ്ടാകും എന്ന് വിചാരിച്ച് ഞാൻ ആ പുസ്തകം വായിക്കാൻ തുടങ്ങി. ഫസ്റ്റ് ചാപ്റ്റർ ഒരൊറ്റ ഇരിപ്പിലാണ് ഞാൻ വായിച്ചു തീർത്തത്. ആ ഒറ്റ ഇരിപ്പിൽ വായിച്ചു തീർന്ന് അതിന്റെ ചെറിയ നോട്ടും പ്രിപ്പയർ ചെയ്ത് ഞാൻ ഉഷയ്ക്ക് അയച്ചു കൊടുത്തതിന് ശേഷം
ഇന്നും ഞാൻ ബാക്കി ചാപ്റ്റേഴ്സ് അതേ ആവേശത്തോടു കൂടി വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് വായിച്ച് ഞാൻ തീർക്കും. അതുപോലെ തന്നെ ഞാൻ നോട്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്, വെറുതെ എൻ്റെ ഒരു സമാധാനത്തിനും സന്തോഷത്തിനും ഒക്കെ. അപ്പൊ ഈ ആദ്യത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് ഒരു ഇൻട്രൊഡക്ടറി ചാപ്റ്ററാണ്. ആദ്യമായിട്ട് എനിക്ക് എടുത്ത് പറയാനുള്ളത്, ഞാൻ അത് മുഴുവൻ വീണ്ടും ആവർത്തിക്കേണ്ട ആവശ്യവുമില്ല, എല്ലാവരും അതിൽ വരുന്നതാണ്. ആ ഇൻട്രൊഡക്ടറി ചാപ്റ്ററില് എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് അദ്ദേഹത്തിന്റെ കുട്ടിക്കാലത്തിന്റെ ഒരു സൗകുമാര്യം, ഒരു ലാളിത്യം അതിനകത്തുടനീളം ആ ചാപ്റ്ററിലുണ്ട്. എനിക്ക് ഐ കുഡ് ഇമാജിൻ എ ബ്ലാക്ക് ബോയ്, ഒരു കറുത്ത ഒരു കുട്ടി ആ ഗ്രാമത്തില് ആ നദീതീരത്ത് അവിടെയെല്ലാം ഓടിച്ചാടി നടക്കുന്നതും കൂട്ടുകാരുമായിട്ട് എൻജോയ് ചെയ്യുന്നതും ആ കളികളിൽ ഉൾപ്പെടുന്നതും ഇത്ര സജീവമായി ഒരാൾക്ക് എങ്ങനെ എഴുതാൻ കഴിയുന്നു എന്ന് അത്ഭുതപ്പെട്ടാണ് ഞാൻ ആ ചാപ്റ്റർ വായിച്ചത്. ഒന്ന്, ഭാഷയുടെ സൗന്ദര്യം. രണ്ട്, ആ ഇല്ലുസ്ട്രേറ്റ് ചെയ്തിരിക്കുന്ന രീതി നമ്മള് ജീവനോടെ ഒരു കുട്ടിക്കാലം ഞാൻ കണ്ടു എന്നുള്ളതാണ്. ഞാൻ അദ്ദേഹത്തിനോടൊപ്പം അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളൊരു തോന്നൽ സൃഷ്ടിച്ചെടുക്കാൻ അദ്ദേഹത്തിന്റെ എഴുത്തിന് സാധിച്ചു. ഞാനും അവരോടൊപ്പം കൂടി എന്ന് വേണേൽ പറയാം. എൻ്റെ ഒരു കുട്ടിക്കാലവും ഒരു സിമിലർ ആയിട്ടുള്ള ഒരു കുട്ടിക്കാലമൊക്കെ എനിക്കുണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് അതിനോട് താതാത്മ്യം പ്രാപിക്കാൻ എന്നെ കൊണ്ട് സാധിച്ചു എന്നുള്ളതാണ്. അപ്പൊ അദ്ദേഹം ജനിക്കുമ്പോ അദ്ദേഹത്തിന്റെ അച്ഛൻ അവരുടെ ഒരു ട്രൈബിനെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ല ഒരു പൊസിഷനിൽ ഇരുന്ന ഒരു പിതാവിന്റെ മകനായിട്ട് ജനിക്കാൻ ഭാഗ്യം കിട്ടി എന്നുള്ളതാണ് ഒരു കാര്യം. നെൽസൺ മണ്ടേലയുടെ കുട്ടിക്കാലത്തിന്റെ ഒരു സവിശേഷത. അദ്ദേഹത്തിന്റെ അച്ഛൻ ഒരു നീതിമാനായിരുന്നു, ധൈര്യവാനായിരുന്നു. അന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ എന്നത്തെ കാലത്ത് നമ്മൾക്ക് ഇമാജിൻ ചെയ്യാൻ വയ്യാത്ത രീതിയിലുള്ള അട്രോസിറ്റീസ് ബ്ലാക്കിനെതിരെ കൊടും ഭീകരതയോടെ വാണരുളുന്ന കാലഘട്ടത്തിൽ ഒരു ട്രൈബിന്റെ മേലധികാരി എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന്റെ ആ പൊസിഷനോടും അദ്ദേഹത്തിന്റെ സ്ഥാനത്തിനോടും ഒരു വ്യക്തി എന്നുള്ള രീതിയിലും ആ വ്യക്തി പ്രഭാവം കാണിക്കാൻ നെൽസൺ മണ്ടേലയുടെ അച്ഛന് പല ഇൻസിഡന്റ് എഴുതിയിട്ടുണ്ട്, സാധിച്ചു എന്നുള്ളതാണ്. അന്നത്തെ മജിസ്ട്രേറ്റ് ഒരു കാര്യം ചർച്ച ചെയ്യാൻ എന്നെ വന്ന് കാണണം എന്ന് പറഞ്ഞപ്പോ ഞാൻ ബൈ ലോ അല്ലെങ്കിൽ ബൈ കസ്റ്റമറി ആയിട്ട് തന്നെ ഞാൻ മജിസ്ട്രേറ്റിന്റെ മുകളിലാണ്, അതുകൊണ്ട് ഞാൻ മജിസ്ട്രേറ്റിനെ വന്ന് കാണേണ്ട ആവശ്യമില്ല എന്ന് അദ്ദേഹം മറുപടി എഴുതുകയും, അതൊരു ധിക്കാരമായിട്ട് ഒരു വെള്ളക്കാരനായ മജിസ്ട്രേറ്റ് അതിനെ ഒരു ബ്ലാക്ക് എങ്ങനെ ഇങ്ങനെ സംസാരിക്കും, അതാണ് അവരുടെ ഇഷ്യൂ, അദ്ദേഹത്തിന് പിരിച്ചുവിടുകയും ചെയ്തു. വന്നില്ലെങ്കിൽ പിരിച്ചുവിടും എന്ന് പറഞ്ഞപ്പോ ഞാൻ വരത്തില്ല, പിരിച്ചുവിടുന്നതാണ് നല്ലത് എന്ന് പറയാനുള്ള ആ ഒരു മാനസികാവസ്ഥ, അതിന്റെ എന്തെങ്കിലും ഒരു പാരമ്പര്യ ഘടകം DNA-യോ എന്തെങ്കിലും ആയിട്ട് നെൽസൺ മണ്ടേലയിൽ വന്ന് ഭവിച്ചിട്ടുണ്ടെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അപ്പൊ അച്ഛന് നമ്മൾ ആദ്യമായിട്ടൊരു തൊഴുകൈയോടുകൂടി ഞാൻ അച്ഛനെ ഓർക്കുകയാണ്. കാരണം അന്നൊക്കെ അങ്ങനെ വെല്ലുവിളിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിസ്സാരമായൊരു കാര്യമല്ല. രണ്ടാമത്, അദ്ദേഹത്തിന് 3 ഭാര്യമാരുണ്ടായിരുന്നു. ഈ 3 ഭാര്യമാരെയും അതിൽ 13 മക്കളുണ്ടായിരുന്നു. ഈ 13 മക്കളെയും തുല്യതയോടുകൂടി കാണാനും അവർക്ക് എല്ലാ തരത്തിലുള്ള സുഖ സൗകര്യങ്ങളും ഏർപ്പെടുത്തി കൊടുക്കാനും ഓരോ ആളുകൾക്കും കൃത്യമായ സമയ നിഷ്ഠ വെച്ചുകൊണ്ട് അവരെ സന്ദർശിക്കുകയും അവരുടെ ബീയിങ് ഉറപ്പുവരുത്തുകയും ചെയ്യാനുള്ള ഒരു നീതിബോധം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നുള്ളത്, ഒരു നീതിമാനായിരുന്നു എന്നുള്ളതിന്റെ മറ്റൊരു തെളിവ്. ഈ കുട്ടിക്കാലത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അന്ന് വിദ്യാഭ്യാസത്തിനെ കുറിച്ച് ചിന്ത പോലുമില്ല. കറുത്ത വർഗക്കാരെ സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസത്തിനെ കുറിച്ച് അവർക്ക് അറിവില്ല. അങ്ങനെ വിദ്യാഭ്യാസം ഉണ്ടെന്നോ പഠിക്കണമെന്നോ ജോലി കിട്ടണമെന്നോ അറിവ് സമ്പാദിക്കണമെന്നോ ഒന്നുമില്ലാതെ അത്രയും അധികൃതമായിട്ട് ജീവിച്ചിരുന്ന ഒരു ട്രൈബിൽ തന്നെയാണ് നെൽസൺ മണ്ടേലയും ജനിച്ചത്. പക്ഷെ അദ്ദേഹത്തിന്റെ അച്ഛൻ 9 വയസ്സോടുകൂടി ഈ അച്ഛൻ മരിച്ചു. അത് അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു ആഘാതമായിരുന്നു കുട്ടിക്കാലത്ത്. അച്ഛന്റെ മരണശേഷം 3 ഭാര്യമാരും 3 തരത്തിലോട്ടായി, ഒരു കോർഡിനേഷൻ ഉണ്ടാകാതെ പോയി.
അപ്പൊ ഏറ്റവും ഇളയ ഭാര്യയാണ് നെൽസൺ മണ്ടേലയുടെ അമ്മ. ആ നെൽസൺ മണ്ടേലയുടെ അമ്മ ഈ മകനെയും കൊണ്ട് മറ്റൊരു സ്ഥലത്തേക്ക്, കുറച്ചുകൂടി മെച്ചമായ ഒരു ഗ്രാമത്തിലേക്ക്, പട്ടണമൊന്നുമല്ല, മെച്ചമായ ഒരു ഗ്രാമത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ഈ അമ്മയുടെ പല സമയത്തും എനിക്ക് അച്ഛനെ പോലെ തന്നെ ബഹുമാനം തോന്നിയ ഒരു വ്യക്തിയാണ് നെൽസൺ മണ്ടേലയുടെ അമ്മ. അവരൊരു വളരെ ധൈര്യവതിയായ സ്ത്രീയായിരുന്നു, ദീർഘവീക്ഷണമുള്ള സ്ത്രീയായിരുന്നു. മകനെ എവിടെയെങ്കിലും കൊണ്ട് എത്തിക്കണം എന്നും വിദ്യാഭ്യാസം ചെയ്യിപ്പിക്കണമെന്നും അന്നത്തെ കാലത്ത് ഒരു സ്ത്രീ വിചാരിച്ചെങ്കിൽ അതൊരു നമ്മൾ ബഹുമാനിക്കേണ്ട ഒരു ക്യാരക്ടറാണ്. അങ്ങനെ അവര് ആ ഗ്രാമം വിട്ടു വലിയൊരു ഗ്രാമത്തിലേക്ക് വന്നു. അവിടെ അവര് ഒരു ക്രിസ്ത്യൻ മിഷണറി, 2 ബ്രദേഴ്സ് വന്ന് അവരുടെ സ്വാധീനത്തിൽ ഇവര് പെട്ടു. വിദ്യാഭ്യാസം ചെയ്യണം, നമുക്കറിയാലോ, ക്രിസ്ത്യൻ മിഷണറീസ് ആണ് മിക്ക രാജ്യങ്ങളിലും, പ്രത്യേകിച്ച് പിന്നോക്കം നിൽക്കുന്ന പല രാജ്യങ്ങളിലും ആദ്യമായിട്ട് വിദ്യാഭ്യാസത്തിന്റെ വിത്ത് കൊണ്ടുവന്ന് വിതച്ചത് ക്രിസ്ത്യൻ മിഷണറീസ് ആണ് നമ്മളുടെ നാട്ടിലും. അപ്പൊ അന്ന് അവിടെ 2 പേര് വന്ന് അമ്മയോട് സംസാരിക്കുകയും അമ്മ മോനെ സ്കൂൾ വിദ്യാഭ്യാസത്തിന് വിടാൻ തയ്യാറാവുകയും ചെയ്തു. അന്ന് അത് കേട്ടുകേൾവി പോലും ഇല്ല. അങ്ങനെ ആദ്യത്തെ ദിവസം സ്കൂളിൽ പോയപ്പോ നെൽസൺ മണ്ടേല എന്ന് പേര് കൊടുത്തത് ആ സ്കൂളിൽ നിന്നുള്ള അധ്യാപകരാണ്. അവർ വളരെ സ്നേഹത്തോടു കൂടിയും കാരുണ്യത്തോടു കൂടിയും ആണ് അദ്ദേഹത്തിനെ സ്വീകരിച്ചത്. ആ കുട്ടിക്കാലം വളരെ ഹൃദ്യമായിട്ടാണ് അദ്ദേഹത്തിന് അനുഭവപ്പെട്ടത്. പക്ഷേ അച്ഛന്റെ മരണത്തോടുകൂടി, ഇത് കഴിഞ്ഞിട്ടാണ് അച്ഛൻ മരിക്കുന്നത്, അച്ഛന്റെ മരണത്തോടുകൂടി പെട്ടെന്നൊരു ദിവസം, എനിക്കത് വളരെ ഹൃദയഭേദകമായി ഞാൻ വായിച്ചു തീർത്ത ഒരു ഭാഗമാണ് അതിന്റെ. രാവിലെ വന്ന് പറയുന്നു, കൊച്ചു കുട്ടിയായിരിക്കുന്ന ഒരു 9 വയസ്സുള്ള മകനോട് അമ്മ വന്ന് പറയുന്നു, എന്തെങ്കിലും എടുക്കാനുണ്ടെങ്കിൽ മോൻ എടുത്തോ. ഒരു കീറി പറഞ്ഞ ചാക്ക് പോലുള്ള തുണികൾ കൊണ്ടാണ് ഇവര് പൊതിഞ്ഞിങ്ങനെ നടക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്ക്. അങ്ങനെയുള്ള ഒരു കീറി പറഞ്ഞ ഒരു ഓവർകോട്ടും ഒക്കെ തപ്പിയെടുത്ത് മോൻ, ഈ അമ്മയും മോനും കൂടി പരസ്പരം ഒരക്ഷരം പോലും മിണ്ടാതെ, എവിടെ പോണെന്ന് പറയാതെ, അവർ വളരെ മൂകയായിട്ട് അവന്റെ കയ്യും പിടിച്ചു നടന്നു. രാവിലെ നടന്നു തുടങ്ങിയിട്ട് സന്ധ്യ ആയപ്പോ, രാത്രി ആകുന്നതോടുകൂടി മറ്റൊരു പട്ടണത്തിൽ എത്തി. അതുവരെ ആ മകൻ അമ്മയോട് ഒന്നും ചോദിച്ചില്ല, അമ്മ മകനോടും ഒന്നും പറഞ്ഞില്ല. എന്താണോ അമ്മ തീരുമാനിക്കുന്നത് അതിന് വിധേയനാകുക എന്നുള്ള ഒരു ഉറച്ച തീരുമാനം ആ കൊച്ചു മനസ്സിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെ ആ ഒരു നെൽസൺ മണ്ടേലയുടെ ഒരു പ്രഭാവത്തിന്റെ ഒരു അടയാളമായിട്ടാണ് ഞാനത് കണ്ടത്. അവിടെ ചെന്നിട്ട് അമ്മ മകന്റെ മുഖത്ത് പോലും നോക്കിയില്ല. നന്നായി വരണം എന്ന് പറഞ്ഞിട്ട് അവിടത്തെ ഒരു ഗാർഡിയൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ഏൽപ്പിച്ചിട്ട് അമ്മ തിരിഞ്ഞു നോക്കാതെ ഒന്ന് കെട്ടിപ്പിടിക്കുകയോ ഒരു ഉമ്മ കൊടുക്കുകയോ, ഒരു അക്ഷരം പോലും പറയാതെ നന്നായി വരണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് തിരിഞ്ഞു നടക്കുന്ന ഒരു അമ്മയെ, ആ 9 വയസ്സുകാരൻ നോക്കി നിന്ന ആ കാഴ്ച ഇന്നും എന്റെ മനസ്സിലുണ്ട്. ഇപ്പോഴും എനിക്ക് ഭയങ്കര, ഞാൻ പറഞ്ഞില്ലേ, ഹൃദയഭേദകമായിട്ട് തോന്നി. 9 വയസ്സെന്ന് പറയുന്ന ഒരു കുഞ്ഞ് തികച്ചും അപരിചിതമായ ഒരു ലോകത്ത്, ഒരു കൊട്ടാര സദൃശമായ വീട്ടില്, ഒരിക്കലും സ്വപ്നം പോലും കാണാൻ പറ്റാത്ത സുഖസൗകര്യങ്ങളുടെ നടുക്ക്, അതിന്റെ വാതിലിൽ കൊണ്ട് വിട്ടിട്ട് അമ്മ തിരിഞ്ഞു നടക്കുമ്പോ ആ കുഞ്ഞിന്റെ മനസ്സിൽ എന്തായിരിക്കും, അമ്മയുടെ മനസ്സിൽ എന്തായിരിക്കും? പക്ഷെ ഒരു മോട്ടോർ വാഹനം, ഒരു മോട്ടോർ എന്ന് പറഞ്ഞ മോട്ടോർ കാർ, ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു സംഭവം. ഏതോ ഒരു വിചിത്രമായ എന്തോ വരുന്നത് പോലെ ഒരു മോട്ടോർ കാർ വന്ന് ആദ്യമായിട്ട് കാണുന്നു. അതിനകത്തുനിന്ന് ഇദ്ദേഹത്തിന്റെ ഗാർഡിയൻ, പിന്നീടുള്ള ജീവിതകാലം മുഴുവനുള്ള ഒരു ഗാർഡിയനാണത്, ഇറങ്ങുന്നു. ഇവനെ വളരെ സ്നേഹത്തോടുകൂടി സ്വീകരിക്കുന്നു. നെൽസൺ മണ്ടേലയുടെ അച്ഛനോടുള്ള ഒരു ഗ്രാറ്റിറ്റ്യൂഡും ഇതിന്റെ പിന്നിലുണ്ട്. അന്നു മുതൽ സ്വന്തം മക്കളെ പോലെ, സ്വന്തം മക്കളിൽ ഒരുവനായിട്ട് എല്ലാ ഈ ക്വാളിറ്റിയും കൊടുത്തുകൊണ്ട് ആ ഗാർഡിയൻ ഈ കുഞ്ഞ് നെൽസനെ വളർത്തി. അദ്ദേഹത്തിന്റെ മകൻ ജസ്റ്റിസ് സ്വന്തം അനിയനെ പോലെ ഈ കുഞ്ഞിനെ കരുതുകയും ആ വീട്ടിലെ എല്ലാ തരത്തിലുള്ള സൗകര്യങ്ങളും ഫെസിലിറ്റീസും ആർഭാടങ്ങളും നെൽസന് അവൈലബിൾ ആക്കി കൊടുക്കുകയും ചെയ്തുകൊണ്ട് അവര്
വളരെ നല്ലൊരു ലൈഫാണ് അവിടെ പ്രൊവൈഡ് ചെയ്തത്. കാലക്രമേണ അമ്മ എന്തുകൊണ്ട് എന്നെ നോക്കാതെ പോയി, അമ്മ എന്തുകൊണ്ട് എന്നെ ഒന്നും കെട്ടിപ്പിടിച്ചില്ല, അമ്മ എന്തുകൊണ്ട് ഒരു വാക്കുപോലും പറഞ്ഞില്ല, അമ്മ എന്തുകൊണ്ട് നടന്നു നീങ്ങി എന്ന് ഓർത്തപ്പോ അതിന്റെ അർത്ഥം മുഴുവനും അദ്ദേഹത്തിന് മനസ്സിലായത് ഇവരുടെ വാത്സല്യം അനുഭവിച്ചപ്പോ അമ്മയോടുള്ള, അമ്മ എത്രമാത്രം വലിയൊരു കാര്യമാണ് എനിക്ക് വേണ്ടി ചെയ്തത്, എത്രമാത്രം വേദനയോടുകൂടിയാണ് അമ്മ തിരിഞ്ഞു നടന്നത് എന്ന് നെൽസൺ പിന്നീട് പല പ്രാവശ്യം ഓർത്തിട്ടുണ്ട്. ഓക്കെ, അതാണ് സെക്കൻഡ് ഫേസ് എന്ന് പറയുന്നത്. അവിടെ കളിച്ചും ചിരിച്ചും വളർന്നപ്പോ അദ്ദേഹം പറഞ്ഞു, ഇനി മോൻ പഠിക്കണം, നീ ജസ്റ്റിസിന്റെ കൂടെ തന്നെ നെൽസനെയും പഠിക്കാൻ വിട്ടു. പഠിച്ചു. പിന്നെ ഞാൻ ചുരുക്കി പറയാണ്, അവിടെ നിന്ന് കോളേജിലേക്ക് വിട്ടു, കോളേജിൽ നിന്ന് യൂണിവേഴ്സിറ്റിയിൽ വിട്ടു. യൂണിവേഴ്സിറ്റിയിൽ കയറി കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ വീടിന്റെ അന്തസ്സ് നീ കാക്കണം എന്ന് പറഞ്ഞിട്ടാണ് അവിടെ ആക്കിയിട്ട് വരുന്നത്. പക്ഷേ അവിടുത്തെ പല പല സംഭവങ്ങൾ, അവിടുത്തെ പ്രസംഗങ്ങൾ, ചില ഗസ്റ്റ് ആയിട്ട് വന്നവർ അന്നത്തെ കാലത്ത് ഈ കറുത്ത വർഗക്കാര് അനുഭവിക്കുന്ന സ്ട്രഗിളിനെ കുറിച്ചുള്ള സംസാരങ്ങൾ കേട്ടതിൽ നിന്നുണ്ടായിട്ടുള്ള ഒരു ക്ഷോഭം മനസ്സിൽ, അന്നത്തെ ഒരു യൗവന കാലമാണല്ലോ, അല്ലെങ്കിൽ കൗമാരപ്രായത്തിലാണ് ഏറ്റവും കൂടുതൽ ഒരു ക്ഷോഭം ഉണ്ടാകുന്ന പ്രായം. അങ്ങനെ എന്തുകൊണ്ടാണ് ജസ്റ്റ് ബിക്കോസ് വെള്ള നിറമായി എന്നുള്ളത് കൊണ്ട് മാത്രം ലോകം മുഴുവൻ കീഴടക്കി വാഴുകയും അതിന്റെ ഒന്നും അവകാശം ഈ കറുത്ത വർഗമായതുകൊണ്ട് തന്നെ നിഷേധിക്കപ്പെടുകയും ചെയ്യുന്നു എന്നുള്ളത് ഒരു ധാർമ്മിക രോഷമായി ഇങ്ങനെ വളർന്നു വളർന്നു വന്നിട്ട് പിന്നെ എല്ലാത്തിനും കറുത്ത വർഗക്കാരോട് ചെയ്യുന്ന ചെറിയ ചെറിയ കാര്യങ്ങളെ പോലും നെൽസൺ മണ്ടേല വളരെ ശക്തിയുക്തം എതിർക്കാൻ തുടങ്ങി. അപ്പൊ യൂണിവേഴ്സിറ്റിയുടെ മുതിർന്ന എല്ലാ സ്ഥാനങ്ങളിലും ഇരിക്കുന്നത് വെള്ളക്കാരാണ്, അത് പറയേണ്ട ആവശ്യമില്ല. പണ്ട് ഈ ഗ്രാമത്തില് ഒരു വെള്ളക്കാരനെ കാണുമ്പോൾ അത്ഭുത ജീവിയെ കാണുന്നത് പോലെ ഈ കുട്ടികളെല്ലാം വന്ന് നോക്കി നിൽക്കുന്ന ആ ഒരു ഗ്രാമത്തിൽ നിന്നാണ് നെൽസൺ ഈ യൂണിവേഴ്സിറ്റികളിൽ പോകുന്നത്. അവിടെ മുഴുവനും വെള്ളക്കാർ മാത്രവുമാണ്. പക്ഷെ ആ വെള്ളക്കാരുടെ ചില ധാർഷ്ട്യം അല്ലെങ്കിൽ അതൊന്നും ടോളറേറ്റ് ചെയ്യാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. ഒരു ഇലക്ഷന്റെ സമയത്ത് കുട്ടികളെല്ലാം കൂടി നെൽസൺ മണ്ടേലയെ തെരഞ്ഞെടുക്കുകയും എന്നാൽ ആ ഇലക്ഷൻ ശരിയായ രീതിയിലല്ല നടന്നത് എന്നുള്ളത് കൊണ്ട് നെൽസൺ മണ്ടേല രാജിവെക്കുകയും വീണ്ടും ഇലക്ഷൻ നടത്തുകയും വീണ്ടും നെൽസൺ മണ്ടേലയെ തെരഞ്ഞെടുക്കുകയും പക്ഷെ അവിടുത്തെ അപാകതകൾ തുടരുന്നു എന്നുള്ളത് കൊണ്ട് വീണ്ടും രാജിവെക്കുകയും അപ്പൊ പ്രവർത്തനങ്ങൾ മുന്നോട്ട് നയിക്കാൻ പറ്റാതെ വരുന്നത് കൊണ്ട് നീ ഇനി രാജി പിൻവലിച്ചില്ലെങ്കിൽ യൂണിവേഴ്സിറ്റി എന്ന് പുറത്താക്കും എന്ന് പറഞ്ഞപ്പോൾ തന്റെ അച്ഛൻ ചെയ്ത അതേ കാര്യം, ഞാൻ രാജി പിൻവലിക്കില്ല, എന്നെ യൂണിവേഴ്സിറ്റി എന്ന് പുറത്താക്കിക്കോ എന്ന് പറഞ്ഞ് പുറത്താക്കപ്പെട്ടു. ഒരു യൂണിവേഴ്സിറ്റിയില് ഏറ്റവും സജീവമായി നിൽക്കുന്ന സമയത്ത് ഒരുപാട് പ്രതീക്ഷകൾ മുന്നിൽ നിൽക്കുമ്പോൾ ഒരു നല്ല ശോഭനമായ ഭാവി മുന്നിലുള്ളപ്പോ അതിന് എല്ലാ സഹായം ചെയ്യാൻ ഒരു ഗാർഡിയൻ ഉള്ളപ്പോ ഒരു ചെറിയൊരു രാജി പിൻവലിക്കാൻ വയ്യ എന്നുള്ളത് കൊണ്ടും ആത്മാഭിമാനം, ഒരു കറുത്ത വർഗക്കാരന്റെ ആത്മാഭിമാനം വെള്ളക്കാരന്റെ മുമ്പിൽ അടിയറ വെക്കേണ്ടതില്ലെന്നും തീരുമാനിച്ചുകൊണ്ട് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന നെൽസൺ മണ്ടേല പിന്നെ സൗത്ത് ആഫ്രിക്കയുടെ പ്രസിഡന്റ് ആയില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ. അവിടെ നിന്ന് തിരിച്ചു വന്നപ്പോ വളരെ ഡിപ്രസ്ഡ് ആയിപ്പോയി ഈ ഗാർഡിയൻ. ഇത്രയൊക്കെ ചെയ്തിട്ടും നീ നിസ്സാരമായ ഒരു കാര്യത്തിന് ഇറങ്ങി വന്നില്ലേ എന്നുള്ള ചോദ്യം ചോദിക്കുകയും അതിൽ അത്ര കുറച്ച് വിഷമിച്ച് ഇങ്ങനെ നിൽക്കുകയും ചെയ്യുമ്പോൾ എന്നാൽ നിങ്ങളുടെ കല്യാണം നടത്തിക്കളയാം എന്ന് പറഞ്ഞ് ജസ്റ്റിസിന്റെയും നെൽസന്റെയും കല്യാണം ഫിക്സ് ചെയ്തു. അപ്പൊ കല്യാണം ഫിക്സ് ചെയ്തപ്പോ ഒരു സംഭവം നടന്നത്, ജസ്റ്റിസ് സ്നേഹിച്ചിരുന്ന പെൺകുട്ടിയാണ് ഈ അച്ഛൻ നെൽസന് വേണ്ടി ആലോചിച്ചത്. അപ്പം ജസ്റ്റിസ് സ്നേഹിക്കുന്നു എന്ന് അറിയാവുന്ന ഒരു പെൺകുട്ടിയെ കല്യാണം കഴിക്കാൻ ഒരിക്കലും നെൽസൺ തയ്യാറായിരുന്നില്ല. അപ്പൊ ജസ്റ്റിസിനോട് പറഞ്ഞു, ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ ഇനി ഒരു മാർഗവും ഇല്ല. കാരണം ഇവര് പരസ്പരം കുറെ കാറ്റിൽ ഈ മൃഗങ്ങളെയും പശുക്കളെയും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സ്ത്രീധനമായിട്ട് കൊടുക്കും. ആ സ്ത്രീധനമൊക്കെ ഇവര് കൈമാറ്റം ചെയ്തു. ഈ പെൺകുട്ടിക്ക് മുമ്പേ തന്നെ കൈമാറ്റം ചെയ്തു. അതുകൊണ്ട് അതിൽ നിന്ന് പിൻവാങ്ങില്ല എന്ന് പറഞ്ഞു. പക്ഷെ അപ്പൊ അന്ന് രാത്രി ഇവര് രണ്ടുപേരും കൂടി തീരുമാനിച്ചിട്ട് ആ വീട്ടിൽ നിന്നും ആ നാട്ടിൽ നിന്നും അവര് അടുത്ത പ്രദേശത്തേക്ക്
ഒളിച്ചോടിപ്പോയി. ഈ രണ്ടുപേരും അവിടെ വെച്ച് എന്റെ ഇൻട്രൊഡക്ടറി ചാപ്റ്റർ അവസാനിക്കുകയാണ്. പിന്നെ അവിടെ ചെന്നിട്ട് തുടങ്ങുന്ന അവരുടെ ജീവിതമാണ് അടുത്ത അൽബീനയാണെന്ന് തോന്നുന്നു അത് പ്രസന്റ് ചെയ്യും. ഓക്കെ, എനിക്ക് ഇതിനകത്ത് വളരെ ആ റൈറ്റിങ്ങിന്റെ രീതി ഒന്ന്, ഭാഷയുടെ സൗന്ദര്യം രണ്ട്, ജീവനുറ്റ പോലുള്ള പ്രസന്റേഷൻ, പിന്നെ ആ അനുഭവത്തിന്റെ തീജ്വാല, ആ കുട്ടിക്കാലത്തിൽ തന്നെ പടിപടിയായിട്ട് അദ്ദേഹത്തിൽ വളർന്നു വന്ന ആ ഒരു സ്ട്രഗിൾ അനുഭവിക്കുന്ന അല്ലെങ്കിൽ അൾട്രോസിസ്റ്റീസിന് വിധേയരാകുന്ന ആളുകളോടുള്ള ആ ഒരു മനോഭാവം ഡെവലപ്പ് ചെയ്ത് വരുന്ന ആ ഒരു കാലഘട്ടം വളരെ മനോഹരമായി ചിത്രീകരിച്ചിരിക്കുന്ന ഒരു ചാപ്റ്ററാണ് ഇൻട്രൊഡക്ടറി ചാപ്റ്റർ. താങ്ക് യു മാം. അല്ല, നമ്മൾ ഇതിന്ന് മനസ്സിലാക്കുന്ന എഡ്യൂക്കേഷന്റെ പവർ അല്ലേ? എന്തൊക്കെ തന്നെ ആയാലും ആ ഒരു എംപവർമെന്റും നമുക്ക് വേണമെങ്കിൽ നമ്മൾ കൊടുക്കേണ്ടത്, ശരിക്കും എൻകറേജ്മെന്റ് കൊടുക്കേണ്ടത് എഡ്യൂക്കേഷന്റെ ആണ് എന്നുള്ളതാണ് എന്തൊരു മാറ്റവും. എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് എക്സ്പോഷർ ആണ് ജീവിതത്തിലെ. പുതിയ പുതിയ മേച്ചിൽ പുറങ്ങൾ കണ്ടെത്തുകയാണ്. അതേ സമയത്ത് ഇദ്ദേഹത്തിനോടൊപ്പം പണ്ട് ആ ട്രൈബിൽ ജീവിച്ചിരുന്ന ആ ഗ്രാമത്തിൽ ജീവിച്ചിരുന്ന ഒരാളും തന്നെ ഈ ലെവലിലേക്ക് എത്തിപ്പെട്ട് ഉണ്ടാവില്ല. അദ്ദേഹം അതിനെപ്പറ്റി ഒന്നും മെൻഷൻ പോലും ചെയ്യുന്നില്ല. കാരണം ഒരു കൂട്ടുകാരൻ പോലും ആ രീതിയിലേക്ക് വളർന്നു വന്നതായിട്ട് മെൻഷൻ ചെയ്യുന്നില്ല. അപ്പൊ അവിടെ അത് അവസാനിച്ചു. ആ ഗ്രാമത്തിൽ ഒരു പക്ഷേ എല്ലാ കാലങ്ങളിലും അതേ കുട്ടികൾ അതേ ചാക്ക് കൊണ്ടുള്ള ഉടുപ്പും ചുറ്റി വസ്ത്രങ്ങൾ പോലും ഇല്ലാതെ അവിടെ ചുമ്മാ കളിച്ചു നടക്കുകയാണ്, വിദ്യാഭ്യാസം എന്താന്ന് പോലും അറിയാതെ, ലോകം കാണാതെ. ഒരു വെള്ളക്കാരനെ കാണുമ്പോൾ അത്ഭുതത്തോടുകൂടി ആദരവോടുകൂടി അപകർഷതയോടുകൂടി നോക്കി നിൽക്കുന്ന ആളുകൾ എന്നും എക്കാലവും അത്തരം ഗ്രാമപ്രദേശങ്ങളിലുണ്ട്. അവിടെ നിന്നാണ് നെൽസൺ മണ്ടേല എന്ന് പറയുന്ന വ്യക്തി ഈ ഒരു സ്പിരിറ്റ് എടുത്ത് ഈ ലെവലിലേക്ക് വന്നത്. അതുകൊണ്ടാണ് ഇത്രയും വർഷം കഴിഞ്ഞിട്ട് നമ്മുടെ ഒക്കെ വീണ്ടും വീണ്ടും പിന്നെ ഒരു അത്ഭുത പ്രതിഭാസമല്ലേ? തീർച്ചയായിട്ടും. താങ്ക് യു മാം. കാരണം മാഡം ക്ലാസ്സുകൾ എടുക്കുമ്പോഴാണെങ്കിലും അതെ, ഈ ബുക്ക് എടുത്തപ്പോൾ തന്നെ മാഡം പലപ്പോഴും നെൽസൺ മണ്ടേലയുടെ ഒരുപാട് കോട്സ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുമുണ്ട്. അപ്പൊ ഈ ബുക്ക് ചൂസ് ചെയ്ത വശം ആദ്യം തന്നെ റസീന മാഡത്തിനോട് ചോദിക്കാൻ കാര്യം ഇതാ. മാഡം ഓട്ടോബയോഗ്രഫിയാണ് നെൽസൺ മണ്ടേലയുടെ, മാഡം വായിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ, അതോ ലാസ്റ്റ് മാഡം യൂഷ്വലി ഞങ്ങൾ മാഡത്തിന് കൊടുക്കാറ് എപ്പോഴും ഒരു കൺക്ലൂഷൻ പാർട്ടാണ് അല്ലെ മാം? ഇത്രയും നാളും ലാസ്റ്റ് ഭാഗമായിരുന്നു മാഡത്തിന് തരുന്നിരുന്നത്. അപ്പൊ ഇത് വന്ന വശം മാഡത്തിന് തന്നെ ഇൻട്രൊഡക്ഷൻ കൊടുത്ത് ഇപ്പൊ തന്നെ കേട്ടിരുന്നവർക്കും അറിയാം, ഓഡിയോയില് പറഞ്ഞതുപോലെ ഇപ്പൊ നമ്മളൊരു നെൽസൺ മണ്ടേലയുടെ ഒരു പാർട്ട് 1 സിനിമ നമ്മുടെ അതിന്റെ കുട്ടിക്കാലം വരെ ഇവിടെ വരെ ഉള്ളത് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഓക്കെ മാം, താങ്ക് യു. ഇതെങ്ങനെയാ മാം ഇങ്ങനെ ഡോട്ട്സ് ഇങ്ങനെ ഓർത്ത് വെച്ച കഥ പോലെ പറയണേ? എനിക്ക് പേരുകളെല്ലാം, ഗ്രാമത്തിന്റെ പേരും അച്ഛന്റെ പേരും എല്ലാം എനിക്ക് പ്രൊനൗൺസ് ചെയ്യാൻ വയ്യാത്തോണ്ടാണ്. അതെ അതെ, ഒരുപാട് I remember most of them. താങ്ക് യു മാം. ബീന മാമിന് റേഞ്ച് പ്രോബ്ലം ഉണ്ട് എന്ന് പറഞ്ഞു. നമ്മുടെ ജോസ് തച്ചിൽ സാറിന് ധൃതി ഉണ്ട് എന്ന് പറഞ്ഞിരുന്നു. അപ്പൊ സാറിന്റെ വീട്ടിലൊരു ഫംഗ്ഷൻ ഉണ്ട്. ആക്ച്വലി എന്റെ വൈഫിന്റെ ആണ്ടായിരുന്നു. അപ്പൊ എന്റെ അനിയനും പെങ്ങന്മാരും ഒക്കെ ഞങ്ങളോട് ഒരുമിച്ച് കൂടിയ സമയമായിരുന്നു. അപ്പൊ ഞാൻ അധികം പറയുന്നില്ല, ചെറുതായിട്ട് രണ്ടു വാക്ക് പറഞ്ഞിട്ട് എഴുതിക്കോളാം. സത്യത്തില് പ്രചോദന ബുക്ക് ഹൗസിലെല്ലാ നമ്മുടെ ഫാമിലിയിൽ എല്ലാവരും വേറെ സ്നേഹത്തോടെ കാണുകയാണ്. കാരണം പ്രചോദനമായിട്ട് കുറച്ച് നാളായിട്ട് എനിക്ക് പരിചയമുള്ള ആലിസ് മാഡം, ക്ഷമയുടെ ഒക്കെ ആയിട്ട് കുറെ പേരുണ്ട്. പ്രസീന മാഡത്തിന്റെ ക്ലാസ്സിൽ ഞാനുണ്ടായിരുന്നു. അപ്പൊ കുറെ പേരെ വീണ്ടും പരിചയപ്പെടാനായിട്ട് സാധിച്ചു. നല്ലൊരു ഫാമിലിയാണ്, നല്ലൊരു കുടുംബമായിട്ട് തോന്നി. അപ്പൊ സത്യത്തിൽ നെൽസൺ മണ്ടേലയുടെ പുസ്തകം ഇങ്ങനെ ചാപ്റ്റർ വായിക്കാൻ എനിക്ക് ഭയങ്കര മടിയായിരുന്നു. കാരണം വേറെ ഒന്നുമല്ല, ഞാനിങ്ങനെ കുറെ വായിക്കുന്ന ആളല്ല. എന്റെ വായനയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എനിക്ക് ആവശ്യമുള്ള ക്ലാസ് സാധനം മാത്രം സെലക്റ്റീവ് റീഡറാണ് ഞാൻ. അപ്പൊ അങ്ങനെ കുത്തിയിരുന്നൊരു പുസ്തകം വായിക്കുന്ന ശീലമൊന്നുമില്ല. പിന്നെ എന്റെ സിസ്റ്റർ, എന്റെ ജോലി പ്രത്യേകത എന്ന് വെച്ചാൽ ഇന്റേണൽ ഓഡിറ്റർ എന്ന് പറഞ്ഞ തിരക്കുള്ളത്, അപ്പുറത്ത് കൗൺസിലിംഗ്, കരിയർ അനാലിസ്റ്റ്, പിന്നെ കുറെ പ്രസ്ഥാനങ്ങളുടെ ആള്, പള്ളിയുടെ ആൾ, അങ്ങനെ കുറെ പ്രസ്ഥാനങ്ങളുണ്ട്. അപ്പൊ ഇങ്ങനെ കുത്തിയിരിക്കാൻ പറ്റില്ല. അപ്പൊ ഞാനിത് വായിക്കാൻ ആദ്യത്തെ അവസാന ചാപ്റ്റർ എനിക്ക് തന്നത്. അപ്പൊ അത് ഞാനിങ്ങനെ എടുത്ത് വായിച്ച്
ഒരു പ്രാവശ്യം വായിച്ചു, കുറച്ച് വായിച്ചു, 2 പ്രാവശ്യം വായിച്ചു. അപ്പൊ ആദ്യം ഇത് വായിക്കുമ്പോ എനിക്കിത് അത് വായിക്കാൻ പറ്റുമെന്ന് തോന്നിയില്ലായിരുന്നു. അപ്പൊ എന്റെ മോനോട് ഞാൻ പറഞ്ഞു, എടാ അതെ ഒരു ഇതുണ്ട് ഇങ്ങനെ പറഞ്ഞു. അപ്പൊ അത് സാവധാനം അവിടെ ഇരുന്ന് വായിച്ചു നോക്ക്, ഇത് ക്ഷമയോട് വായിക്കാൻ പറഞ്ഞു. അവൻ എന്നെ പ്രോത്സാഹിപ്പിക്കുകയായിരുന്നു. അപ്പൊ ഞാൻ സത്യത്തിൽ അത് 27.5 വർഷം അദ്ദേഹം ജയിലിൽ കിടന്ന ഒരു സീനാണ് ആദ്യം. അപ്പൊ അവിടുന്ന് ഈ 27.5 വർഷം ജയിലിൽ കിടന്നിട്ട് അവരെ പലപ്പോഴും ലാസ്റ്റൊക്കെ പുള്ളി രോഗം വന്ന് കിടക്കുന്ന അവസ്ഥ വന്നു. ആ സമയത്തൊക്കെ ഉപാധിയോടുകൂടി പോവാം. കണ്ടീഷണൽ റിലീസ് പറയുന്ന സമയത്തും പുള്ളി പറഞ്ഞു എനിക്ക് അങ്ങനെ ഒരു കണ്ടീഷണൽ റിലീസ് വേണ്ടാന്ന് ശക്തമായിട്ട് സിനിമയുടെ പറഞ്ഞ പോലെ പുള്ളിയുടെ വാക്കുകളൊക്കെ സ്ട്രോങ് ആണ്. എനിക്കത് വേണ്ട, ഞാനിവിടെ കിടന്നോളാം രീതിയിൽ അവിടെ വീണ്ടും നിൽക്കാണ്. പിന്നെ ആക്ച്വലി ആ ക്ലർക്ക് പ്രസിഡന്റ് പുതിയ ആള് വന്നപ്പോഴേക്കും കുറെ കൂടി ഫ്രീഡവും സോഫ്റ്റും ഒക്കെ ആയിട്ട് വന്ന സമയത്താണ് അദ്ദേഹത്തിന്. അപ്പൊ ആ 27 വർഷവും പുള്ളി കൊണ്ടുവരുന്ന ആ ഫയർ ഒട്ടും കെട്ടില്ലെന്നുള്ളതാണ്. അപ്പോഴും പുള്ളിക്ക് അത് കൂടിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അടുത്തതെന്നു വെച്ചാല് അവിടുന്ന് റിലീസാവുന്ന ജയിലിൽ നിന്ന് മോചനം കിട്ടുന്ന ആ ദിവസം പുള്ളി ഇങ്ങനെ കാത്തിരിക്കുക. വെളുപ്പിന് നേരത്തെ എഴുന്നേറ്റ് എന്റെ ജനങ്ങള് സത്യത്തിൽ ഫാമിലിയേക്കാൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ശരിക്കും ഫീൽ ചെയ്യും അത്. അതായത് എന്റെ ജനങ്ങൾ എന്നെ കാണാൻ 27 വർഷം കാത്തിരിക്കുന്നതായിട്ടാണ് പുള്ളി കാണുന്നത്. അവരൊക്കെ എത്രയും വേഗം അവരുടെ അടുത്ത് എത്തണം, ആ ഭയങ്കര ഒരു തീവ്രമായ ആഗ്രഹമായിരുന്നു ശരിക്കും കാണുന്നുണ്ട്. പിന്നെ ജയിലിൽ നിന്ന് പുറത്തിറങ്ങുമ്പോ നമുക്ക് വളരെ പ്രധാനമായിട്ട് കാണുന്ന നേരത്തെ റസീന മേഡം പറഞ്ഞ പോലെ ആ മൈക്രോഫോൺ കൊണ്ടുവരുമ്പോ പുള്ളിക്കാരൻ വിചാരിക്കുന്നത് ഏതാണ്ട് വെടിക്കോപ്പോ ഫോക്ക് ഏതാണ്ടെന്നാണ്. പുള്ളി കണ്ടിട്ടില്ല 27 വർഷം ഇവിടെ എന്താ ഡെവലപ്മെന്റ്, ഇവിടെ എന്താ നടക്കണേന്ന് പോലും പുള്ളിക്ക് അറിയാൻ പറ്റുന്നില്ല. പക്ഷെ പുറത്തിറങ്ങി കഴിയുമ്പോഴേക്കും പിന്നെ പുള്ളിയുടെ ഏറ്റവും നല്ലൊരു ആശയം എന്ന് വെച്ചാല് ഇപ്പൊ ഒരു വർണ്ണവിവേചനം, അതായത് ആ ഫ്രീഡം മാത്രമല്ല, അത് പുള്ളി എടുത്തു പറയുന്നുണ്ടല്ലോ, ആ വെള്ളക്കാരെയും വൈറ്റിനെയും ഉൾക്കൊള്ളാനുള്ള അവരും കുറെ നമുക്ക് ഇതൊക്കെ ചെയ്തിട്ടില്ലേ, ഡെവലപ്മെന്റ് ഒക്കെ ചെയ്തിട്ടില്ലേ, അവരും പീസ്ഫുൾ ആയിട്ട് വൈറ്റും ബ്ലാക്കും ഒരുമിച്ച് പോകണം എന്നുള്ളൊരു ചിന്ത. അപ്പൊ ശരിക്കും പറഞ്ഞാല് പുള്ളിയുടെ ആ കൺസെപ്റ്റും കാഴ്ചപ്പാടും വളരെ ഒരു വിശാലമായ കാഴ്ചപ്പാടാണ്. കാരണം അവരെ കൂടി ഉൾക്കൊണ്ട് നമ്മുടെ ജനങ്ങൾ മാത്രം ഫ്രീഡം കിട്ടുന്നതിനൊപ്പം തന്നെ അവർക്കൊരു ഉപദ്രവം വരാതെ അവരെ കൂടി പ്രൊട്ടക്ട് ചെയ്യണം എന്ന വിശാലമായ ഒരു മനസ്സിന്റെ ഒരു ഭയങ്കരമായ ഒരു ആഗ്രഹം അവിടെ നമുക്ക് കാണാൻ പറ്റും. ആ ജയിലിൽ നിന്നൊക്കെ ഇറങ്ങി വന്നെ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഒരു സിനിമയിൽ കാണുമല്ലോ. ഞാൻ ആദ്യം എനിക്ക് മടിയായിരുന്നു വായിക്കാനെങ്കിലും വായിച്ചു തുടങ്ങി കഴിഞ്ഞപ്പോഴേക്കും വളരെ ഇൻട്രസ്റ്റോട് കൂടി ഇരുന്ന് ഞാനത് വായിക്കുകയായിരുന്നു. കാരണം ആ ജയിലിൽ നിന്ന് ഇറങ്ങിപ്പോയിരുന്ന രംഗത്തില് സത്യത്തിൽ അവർ കാറ് കയറിയിട്ട് അങ്ങ് പോകാനായിട്ട് പോവാണ്. അപ്പോഴാണ് റിപ്പോർട്ടർ വന്നിട്ട് പറയണത് ആ എന്താണ് ലോങ് വാക്ക് ടു ഫ്രീഡം, അത് ശരിക്കും ആ രീതിയിൽ തന്നെ 100 മീറ്റർ അപ്പുറത്തുനിന്ന് നടന്നിങ്ങനെ വരണം, അത് ഷൂട്ട് ചെയ്യണം, അത് റെക്കോർഡഡ് ആവണം എന്നൊക്കെ പറയുമ്പോഴേക്കും ആ സമയത്ത് അവിടുന്ന് ഇറങ്ങി വൈഫടക്കം നടന്നിങ്ങനെ പോരുകയാണ് ഗേറ്റിങ്ങിലേക്ക്. പിന്നെ ജനങ്ങളുടെ കൂട്ടാണ്, അവരുടെ സന്തോഷം പുള്ളിക്കാരൻ അവരെ കാണുമ്പോഴേക്കും പുറത്തേക്ക് ഇറങ്ങി കഴിയും പുള്ളി പറയാണ് എനിക്ക് 70+ ആയി, പക്ഷെ ഇതൊരു സ്റ്റാർട്ടിങ് പോയിന്റ്, ഞാൻ ഇത് ആരംഭിക്കാൻ പോകുന്നുള്ളൂ എന്നൊക്കെ പറയണ ആ ഏജിലും ആ എന്തൂസ്യാസവും ഭയങ്കരമായിട്ടുള്ള ഫുൾ ടച്ച് അവസാനം വരെ പിടിച്ചു നിൽക്കുന്ന എന്തൂസ്യാസാണ്. നമ്മൾക്ക് പലരിലും ഈ പറഞ്ഞ പോലെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോഴേക്കും നമ്മൾ തളർന്നു പോകുന്ന ഒരു അവസ്ഥയാണ്. ഈ എന്തൂസ്യാസം കെട്ടുപോകുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഭയങ്കരമായ ഒരു എന്തൂസ്യാസവും അത് ഒരു കാര്യം മനസ്സിൽ വിചാരിച്ചേക്കണം, ഫ്രീഡം അത് നേടി എടുത്തിരിക്കും എന്നുള്ള ആ ഒരു ദൃഢപ്രതിജ്ഞ, അത് ഭയങ്കര ഇമ്പോർട്ടന്റ്. അതിനു വേണ്ടി ആ എന്താണ് അത് കണ്ടിട്ടേ ഇരിക്കുള്ളൂ എന്നുള്ള ഒരു സംഭവമുണ്ട്. ആ ഒരു ഫയറൊക്കെ നമ്മുടെ ഉള്ളിൽ ശരിക്കും നമ്മൾ കാണേണ്ടത് തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെയാണ് പുള്ളി ആക്ച്വലി അവിടെ പുള്ളിക്ക് ഭയങ്കര സങ്കടം വന്നു. കാരണം അവിടെ എന്താ പറയുക, ആയുധങ്ങൾ വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കൊന്നൊടുക്കുന്ന അക്രമവും ഭയങ്കര പ്രശ്നങ്ങളാണ്. അപ്പൊ ആ സമയത്ത് ക്ലർക്കുമായിട്ട് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ ഒരു സമാധാനത്തിന് വേണ്ടിയിട്ടാണ് പുള്ളി ആഗ്രഹിക്കുന്നത്. അപ്പൊ ഏൻസിന്റെ അടുത്ത് പറയാണ്, നിങ്ങൾ ആയുധമൊക്കെ താഴെ വെച്ചിട്ട് നമുക്ക് ആയുധമില്ലാതെ തന്നെ സമാധാനം പീസിന് വേണ്ടി നിൽക്കാം, സമാധാനത്തിന് നിലകൊള്ളാന്ന് പറയുമ്പോഴേക്കും 1 പ്രാവശ്യമല്ല 2 പ്രാവശ്യമല്ല 3 പ്രാവശ്യമല്ല സ്വന്തം ആൾക്കാരെ മറ്റവര് ആക്ച്വലി എന്താണ് പോലീസിന്റെ സഹായത്തോടെ ഗവൺമെന്റ് സഹായത്തോടെ വന്ന് കൊന്നൊടുക്കുകയാണ്. ഏതൊരാളുടെയും ക്ഷമ കെട്ടുമതി. എനിക്ക് ഞാൻ പോലും ഇറിറ്റേറ്റഡ് ആയി വായിച്ചപ്പോഴേക്കും. കാരണം ഒരു വശത്തേക്കടെ കരാർ ഇങ്ങനെ
പീസ്ഫുൾ ആയിട്ട് കൊണ്ടുപോകാണ് ക്ലർക്കടക്കം. ക്ലർക്കിന് പക്ഷെ ഒരു പ്രശ്നം വെച്ചാൽ സിസ്റ്റം ഓഫ് ഗവൺമെന്റ് സിസ്റ്റത്തിൽ പുള്ളിക്ക് ചില കൂച്ചുവരങ്ങളുണ്ട്. ഈ പുള്ളി സപ്പോർട്ട് ചെയ്യുമ്പോഴും ഈ ആൾക്കാരെ കൊന്നൊടുക്കുന്നവരെ ഒന്ന് അന്വേഷിക്കാനോ ആരാന്ന് നോക്കാൻ പോലും പുള്ളിക്കാരൻ ഒരു ചെയ്യുന്നില്ല. ആരാണെന്ന് അത് അന്വേഷണത്തിനും ഒരു ഉത്തരവിടുന്നില്ല എന്ന് അത്രമാത്രം വിഷമകരമായ അവസ്ഥയിലായിരുന്നിട്ട് പോലും ആ സമാധാനം എന്ന ചിന്ത ഒരിക്കൽ പോലും നമ്മളുടെ പുള്ളിക്കാരൻ കൈവിടുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ വളരെ നല്ല രീതിയിൽ വളരെ ഇഷ്ടപ്പെട്ട, അല്ലെങ്കിൽ ഏതൊരു ഇന്നത്തെ ചെറുപ്പക്കാർക്കും ഈ കംഫർട്ട് സോണിൽ മൊബൈൽ നോക്കി ഇങ്ങനെ അടിഞ്ഞുകൂടിയിരിക്കുന്ന സമയത്ത് യാതൊരുവിധ പ്രൊഡക്ടിവിറ്റി ഇല്ലാതിരിക്കുന്ന ഈ കാലഘട്ടത്തില് പുള്ളിയുടെ എന്തൂസിയാസം, പെർസിവറൻസും ആ ലക്ഷ്യം നേടിയെടുക്കാനുള്ള ശക്തമായ പ്രയത്നവും ആ മൈൻഡും, അതിനിടയ്ക്ക് വൈഫ് പോകുന്നുണ്ട്, വൈഫ് വിട്ടു പോകുന്നു, കുറേയേറെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അതിനെയൊക്കെ അതിജീവിച്ച് മുന്നോട്ട് പോകുന്ന വലിയ ഒരു ഇതാണ്. അതായത് ലോകം മുഴുവൻ ഉള്ള ആളുകൾ പുള്ളിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നതും എല്ലാ സ്ഥലത്തും ഓടി നടന്ന് എല്ലാവരെയും സ്നേഹിച്ച് കൂടെ കൊണ്ടുനടക്കുക, ഒരുമിച്ച് നിർത്താനുള്ള ഞാൻ നീട്ടുന്നില്ല. ഞാൻ 2 വാക്ക് പറയാനായിട്ട് കുറെ ആയി തോന്നുന്നു. ഓക്കെ, അപ്പൊ താങ്ക് യു വെരി മച്ച് എല്ലാവർക്കും. പ്രചോദന കുടുംബത്തിൽ എല്ലാവർക്കും താങ്ക്സ്. ഇങ്ങനൊരു സംരംഭത്തിലേക്ക് ഞാൻ എന്നെ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഇറക്കിയിട്ടാണ്. കാരണം ഞാൻ ആക്ച്വലി ഇത്രയും ഇത് വായിക്കുന്ന ആളൊന്നും അല്ല. ഞാൻ പറഞ്ഞില്ല, എനിക്കെന്തൊരു ക്ലാസ് ഉണ്ട്, ആ പോയിന്റ് മാത്രം എടുത്ത് പോകുന്ന ആളാണ്. അപ്പൊ തീർച്ചയായിട്ടും ഉഷ മാഡത്തിനും ആലിസ് മാഡമൊക്കെയാണ്, ആലിസ് മാഡത്തിന് എല്ലാവർക്കും നന്ദി പറയാണ്. എല്ലാവരും ഒരിക്കൽ കൂടി ഒരു ഫയർ വീണ്ടും എന്റെ ഈ ഏജിൽ, സീനിയർ ഏജിൽ വെറുതെയിരിക്കുന്ന ആളല്ലാത്ത ഞാനിങ്ങനെ കാലത്ത് 5 മണിക്ക് എഴുന്നേറ്റ് 11 വരെ ഫയർ ആയിട്ടിരിക്കുന്ന ആളാണ്. അപ്പൊ അതിന് വീണ്ടും ആ ഫയർ ഭയങ്കരമായിട്ട് ആളി കത്തിക്കാനായിട്ട് സാധിച്ചു എന്നുള്ള ഒരു ചാരിതാർത്ഥ്യത്തോടെ നിർത്തുന്നു. താങ്ക് യു ഓൾ. താങ്ക് യു സർ. സാറിന്റെ ഓഡിയോയിലും ആ ഒരു ഇൻതൂസിയാസം എനർജി ഞങ്ങൾക്കും ഫീൽ ചെയ്യായിരുന്നു. സാറ് പറഞ്ഞതുപോലെ തന്നെയാണ് നമ്മുടെ ഡോക്ടർ രേഖ നമ്മൾക്ക് ഷെയർ ചെയ്തപ്പോ ഇന്ന് ഞാൻ വിളിക്കുകയുണ്ടായി. അപ്പൊ എന്തോ ഫംഗ്ഷൻ ആണ് ഒരുപാട് പേർക്ക്. അപ്പൊ ഡോക്ടറും ഇത് തന്നെയാണ് പറഞ്ഞത്. ഐ എം നോട്ട് ഒരു കണ്ടിന്യൂസ് റീഡറോ അങ്ങനെയൊന്നും അല്ല. പക്ഷെ ഇങ്ങനെ ഒരു ടാസ്ക് തന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ആക്ച്വലി ഇത് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റൂ ഇല്ലയോ എന്നുള്ളൊരു ഡൗട്ടായിരുന്നു. അപ്പൊ സാറ് പറഞ്ഞതുപോലെ തന്നെയാണ് ഡോക്ടറും പറഞ്ഞത്. വായിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു വല്ലാത്ത ഒരു അടുപ്പം നെൽസൺ മണ്ടേലയായിട്ട് തോന്നി. എന്തൊരു ബ്യൂട്ടിഫുൾ ആയിട്ട് അതിൽ എഴുതി വെച്ചിരിക്കുന്നത് എന്നുള്ളത്. അപ്പൊ എല്ലാവർക്കും ഹൃദയത്തിലേറ്റ് ഇത് വായിച്ചതിന് ഒരുപാടധികം നന്ദി. താങ്ക് യു സർ. ഇനി ശ്രീലത മാം. സൗപർണികയുണ്ട്. ശ്രീലത മാം കേൾക്കാവോ? ഹലോ, എന്റെ വോയിസ് ഓഡിബിൾ ആണോ? ഉഷയുടെ വോയിസ് ഓഡിബിൾ ആണ്. ഓക്കെ. ശ്രീലത മാം, എന്നാ സൗപർണിക കണ്ടിന്യൂ ചെയ്യണോ? മാഡം ഉണ്ടായിരുന്നതായിരുന്നു. അതെ, യെസ് സൗപർണിക, നമുക്ക് ടൈം ഇതാണ്, ഞാൻ മെസ്സേജ് അയച്ചു. അതെ, സൗപർണിക വീണ്ടും ഒരു ഓട്ടോബയോഗ്രഫിയില് നമ്മൾ ഓർക്കണ്ട, നമ്മുടെ 2ാമത്തെ 3ാമത്തെ ബുക്ക്, നമ്മുടെ മിൽക്ക് മാനെ കുറിച്ച് ആ ബുക്ക് സജസ്റ്റ് ചെയ്ത് തന്നത് സൗപർണികയായിരുന്നു. നെക്സ്റ്റ് കുഞ്ഞെഴുന്നേറ്റു. ഉറക്കം വരുന്നുണ്ട്. ഓക്കെ. അല്ല, ഈ ബുക്ക് ശരിക്കും എനിക്ക് തോന്നുന്നു ഒരു 8 വർഷം മുമ്പ് ഞങ്ങള് ഹസ്ബൻഡിന്റെ അച്ഛന് വാങ്ങിച്ചു കൊടുത്ത ബുക്കാണ്, ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട്. അപ്പൊ അത് ഇതുവരെ ഞാൻ വായിച്ചിട്ടില്ല. പക്ഷെ പലരും വായിച്ചുള്ള റിവ്യൂസ് വളരെ നല്ല ബുക്കാണെന്നുള്ളത് അറിയായിരുന്നു. പക്ഷെ ഇത് ഇത്രയും പേജസ് റിവ്യൂ എന്ന് പറയുമ്പോഴാണ് ആദ്യം ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടായിരുന്നു, എങ്ങനെ വായിച്ച് തീർക്കുന്നുള്ള. പക്ഷെ വായിച്ചു തുടങ്ങിയപ്പോ അത് ശരിക്കും ഒരു കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് നിർത്താൻ പറ്റാത്ത പോലെ ബുക്ക് അങ്ങ് പോയി. നല്ല ശരിക്കും ഈ പറഞ്ഞതൊക്കെ ഞാൻ ആദ്യം മുതൽ കേട്ടില്ല. എനിക്ക് റസീന മാമിന്റെ മിസ്സായി. ശരിക്ക് ഈ പറഞ്ഞ പോലെ നമുക്ക് നെൽസൺ മണ്ടേലയോട് ഒരു ഇഷ്ടം തോന്നുന്നു ഇത് വായിച്ചു കഴിയുമ്പോഴേക്കും. പിന്നെ ഞാൻ ജയിലിൽ കിടന്ന ഭാഗങ്ങളാണ് ഞാൻ വായിച്ചത്. അപ്പൊ എങ്ങനെ നമ്മള് മോട്ടിവേറ്റഡ് ആയിട്ടിരിക്കും ഇപ്പൊ ഇത്രയും അഡ്വേഴ്സ് കണ്ടീഷൻസിലും. ഇപ്പൊ അതിൽ പറയുന്നുണ്ട്, ഐ ലുക്ക് ടുവേർഡ്സ് a sun and I keep my legs always forward എന്നുള്ളത് പറയുന്നുണ്ട്. അപ്പൊ അത്
ശരിക്കും ഭയങ്കര ഒരു ഇൻസ്പിറേഷൻ ആണ്. പിന്നെ എങ്ങനെ ബാക്കിയുള്ളവരെ ഇപ്പൊ സ്വയം മോട്ടിവേറ്റഡ് ആവുന്നത് കൂടാതെ ബാക്കിയുള്ളവരെ എങ്ങനെ അപ്ലിഫ്റ്റ് ചെയ്ത് കൊണ്ടുവരുന്നു എന്നുള്ളതൊക്കെ. പിന്നെ ഈ ആദ്യത്തെ കുറെ ഓഡിയോസ് കേട്ടതിൽ വെച്ചിട്ട് ഒരു കോളേജ് എഡ്യൂക്കേഷൻ വരെ ഒരു സാധാരണ രീതിയിൽ വളർന്ന ഒരാളാണ്. അതുവരെ അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ടോ ഇപ്പൊ ഒരു അപ്പാർട്ടൈഡ് ബാക്ക്ഗ്രൗണ്ടോ അങ്ങനെ ഒരു ഫൈറ്റിങ്ങിന്റെ ആ ഒരു ആശയമൊന്നും ഇല്ലാത്ത ഒരാളാണ്. പിന്നെ അതൊക്കെ ഡെവലപ്പ് ചെയ്ത് അതിനുവേണ്ടി ഫൈറ്റ് ചെയ്ത് ആഫ്രിക്കയുടെ പ്രസിഡന്റ് ആയത് എന്നുള്ളത് ആലോചിക്കുമ്പോൾ ശരിക്കും ഹാറ്റ്സ് ഓഫ്. നമുക്ക് ഇനിയും ഒരുപാട് ഇപ്പൊ ഇതിനു മുമ്പ് ഒരു ബുക്ക് എഴുതിയ കാര്യമൊക്കെ പറയുന്നുണ്ടല്ലോ. അതാണ് ഇറ്റ് ഈസ് ഇൻസ്പിറേഷൻ ടു റൈറ്റ് ലോങ് വാക്ക് ടു ഫ്രീഡം എന്നുള്ള പറയുന്നുണ്ട്. അപ്പൊ ഇനി അതും ഏതാണെന്ന് നോക്കണം. ഇനിയിപ്പോ അതും വായിച്ചാലും തോന്നുന്നുണ്ട്. ഇതിലെ ഓഡിയോസ് ഒരിക്കലും ഞാൻ എല്ലാം കേട്ടു. ശരിക്കും നല്ലൊരു സജഷൻ. എനിക്ക് അധികം പറയാൻ ഞാൻ പ്രിപ്പയർഡ് അല്ല. ഓക്കെ സൗവർണിക, താങ്ക് യു. താങ്ക് യു. യെസ് ആലിസ് മാം. ഉഷ, തീർന്നോ എല്ലാവരുടെയും? വായിച്ചവരുടെ ഏകദേശം ആയി. മറ്റേ ആരെങ്കിലും ഉണ്ടോ? ശ്രീലത മാം ഉണ്ട്, മാഡം ജോയിൻ ചെയ്തായിരുന്നു, പക്ഷെ കേൾക്കുന്നില്ല, ഇല്ലാന്ന് തോന്നുന്നു അല്ലേ? ഹലോ, കേൾക്കാൻ പറ്റുന്നുണ്ടോ? യെസ് മാം. എനിക്കിവിടെ ഭയങ്കര നെറ്റ് ഡിസ്റ്റർബൻസ് ആയിട്ട് എനിക്ക് ഇടയ്ക്കൊന്നും കിട്ടുന്നില്ലായിരുന്നു. പ്രശ്നം. ഓക്കെ. ഞാൻ അമ്പലപ്പുഴയിലാണ്. ഇവിടെ ഭയങ്കര പാടാ നെറ്റ് കിട്ടാൻ. ഓക്കെ. ഇതില് മാഡം വായിച്ച ഭാഗവും ബാക്കിയുള്ളവർ വായിച്ച ഭാഗവും ഓഡിയോ ചെയ്ത ഭാഗത്തുനിന്നും മാഡത്തിന് ഏറ്റവും ഇൻസൈറ്റ് ആയിട്ടുള്ള ഇത് എല്ലാവരും വീണ്ടും വീണ്ടും ഓർത്തിരിക്കണം എന്ന് തോന്നിയ പോയിന്റ് എന്തായിരുന്നു? അല്ല, ഞാൻ അതിനകത്ത് ഏറ്റവും കൂടുതൽ എന്നെ അട്രാക്ട് ചെയ്തത് പുള്ളിയുടെ ട്രയൽ, ഈ കോർട്ടിൽ പുള്ളിയുടെ പ്രസന്റേഷനാണ്. അത് മേ ബി എന്റെ അച്ഛനൊരു ലോയറാണ്. അപ്പൊ എനിക്കതിന്റെ ആ ലോ കാര്യങ്ങള് വല്ലാതെ തന്നെ എന്താ പറയാ സ്വാധീനിച്ചെന്ന് തോന്നി പിന്നീട്. അപ്പൊ ഞാൻ അതുകൊണ്ട് അതിനകത്ത് അദ്ദേഹത്തിന്റെ പ്രസന്റേഷനൊക്കെ മറക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ്. ഒരു വെള്ളക്കാരൻ ജഡ്ജിയുടെ മുന്നില് എല്ലാ ആൾക്കാരും വൈറ്റ് ആയിരിക്കുന്നിടത്ത് എന്നെ പോലൊരു ബ്ലാക്കിനെ കൊണ്ടുവച്ച് നിങ്ങൾ ട്രയൽ നടത്തുന്നതിന്റെ ഒരു ലോജിക്ക് പുള്ളി ചോദ്യം ചെയ്യുന്നത്, അതൊരു വല്ലാത്ത മൊമെന്റ് ആണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി ആ ഒരു സീൻ എന്ന്, അല്ലെങ്കിൽ ആ ഒരു അറ്റ്മോസ്ഫിയർ, ഒരു എൻവയോൺമെന്റ് ഒന്ന് ആലോചിച്ച് നോക്കുമ്പോ അപ്പോഴാണ് പുള്ളിയുടെ ഒറ്റയ്ക്കാണിൽ നിന്ന് ഫൈറ്റ് ചെയ്യാനുള്ള ഒരു ഭയങ്കര ഒരു കേപ്പബിലിറ്റിയോ അല്ലെങ്കിൽ ആ ഫൈറ്റിംഗ് ഇൻസ്റ്റിങ് എന്ന് നമുക്ക് അത് നമ്മളെ വല്ലാതെ. പിന്നെ ഒരു എന്താ പറയാ, നമുക്കൊരു എമ്പതറ്റിക് ഇതെന്ന് പറഞ്ഞാൽ നമ്മളെ കുറെ കാലം റൂൾ ചെയ്തതല്ലേ ഈ വൈറ്റ്. അപ്പൊ അതിന്റെ ഒരു അനീതി നമ്മളിൽ എവിടെയോ ഉണ്ട് എന്ന് എനിക്കതാണ് അതിനകത്ത് ഈ പുസ്തകം വായിച്ച ഇപ്പൊ നമ്മളെല്ലാവരും ഇത് അനലൈസ് ചെയ്യിപ്പോ വൈറ്റും നമ്മള് പാർട്ടിയുടെ അങ്ങനെ ഇപ്പൊ നമ്മുടെ മഹാത്മാഗാന്ധിയെ സൗത്ത് ആഫ്രിക്കയിൽ വെച്ച് അവർ ട്രെയിനിന് ചവിട്ടി കളഞ്ഞതല്ലേ. അപ്പൊ നമ്മുടെ മനസ്സിലും ഒക്കെ എവിടെയോ അതൊക്കെ കിടപ്പുണ്ട്. ആ ഒരു വർണ്ണ വിവേചനം കൊണ്ടുണ്ട് അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ, അതൊക്കെ കൊണ്ടായിരിക്കും എനിക്ക് ഈ ട്രയലും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും അദ്ദേഹത്തിന്റെ ആ ഒരു ധൈര്യവും, അല്ലെങ്കിൽ ഇത് കൊണ്ടേ പോകൂ എന്ന് പറഞ്ഞു നിൽക്കാനും ഒക്കെ ഇത്ര കാലം. പിന്നെ ഇപ്പം മാഡം ആണെങ്കിലും കുറെ എക്സ്പ്ലെയിൻ ചെയ്തപ്പോ നമ്മൾ അതിന്റെ ആ ഒരു ലെവലില്, ആ ഒരു കണ്ടിന്യൂറ്റിയിൽ അതങ്ങനെ പോവാണ്. ഞാൻ വായിച്ച ചാപ്റ്ററുകളിൽ കൂടുതലും ട്രയൽസ് ആയിരുന്നു അതിനകത്ത്. അത് ശരിക്കും ഞാൻ എൻജോയ് ചെയ്തു. ശരിക്കും പറഞ്ഞാൽ അതെന്ന് പറഞ്ഞാൽ ആ ട്രയലില് പുള്ളിയുടെ പ്രസന്റേഷൻ നമുക്ക് സമയമില്ല, അല്ലെങ്കിൽ അത് ശരിക്കും ഫുള്ള് നമ്മളിവിടെ വായിക്കേണ്ടതാണ്. അത്രയും നല്ല കണ്ടന്റ് ആണ് അതിനകത്ത്. ഓരോന്നിനകത്തും പുള്ളി ആ അന്യായത്തെ ചോദ്യം ചെയ്യുന്നത് അതിനകത്ത്. അതാണ് പുള്ളിയുടെ നീതിയോടുള്ള നിങ്ങൾ എന്തുകൊണ്ട് നമ്മളോട് ഇങ്ങനെ ചെയ്യുന്നു, നിങ്ങൾ എന്തുകൊണ്ട് എന്നെ ഇങ്ങനെ ഇവിടെ കൊണ്ടുവന്ന് ട്രയൽ ചെയ്യുന്നു, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കാര്യങ്ങൾ. അത് ശരിക്കും അതിനൊന്നും ഏറ്റവും വലിയ രസം അതിനൊന്നും ആരും ആൻസർ ചെയ്യുന്നില്ല എന്നുള്ളതാണല്ലോ. ഇതിന് പുള്ളി ലൈഫ് സെന്റൻസ് കൊടുക്കുന്ന ആ ഒരു പാർട്ട്, അതായത് ഇവർക്ക് ഡെത്ത് സെന്റൻസ് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ ആ ജഡ്ജി ലൈഫ് സെന്റൻസ് കൊടുക്കുന്ന ഒരു മൊമെന്റ് ഉണ്ട്. അത് ശരിക്കും ഒരു വല്ലാത്ത മൊമെന്റ് ആണ്. കാര്യം ലൈഫിലേക്ക് പുള്ളി തിരിച്ചു വരുന്നത് അവിടെ നിന്നാണ്.
അപ്പൊ അത് എന്താണ് എന്നെ അട്രാക്ട് ചെയ്തതെന്ന് ചോദിച്ചാൽ ആ പുസ്തകം മൊത്തമായിട്ടും വല്ലാത്തൊരു ഇതാണ് നമ്മളിൽ ഉണ്ടാക്കുന്നത്. സാധാരണഗതിയിൽ ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞ് ഇങ്ങനത്തെ സ്റ്റോറീസ് ഇപ്പൊ നമ്മുടെ സ്വാതന്ത്ര്യ സമരം തന്നെ നമ്മൾ ഒരുപാട് കേട്ട് കഴിഞ്ഞതാണല്ലോ. പക്ഷെ എന്നാലും അതിന്റെ ഒരു നല്ല ഒരിത് വരുമ്പോ പിന്നെ അതിനകത്ത് ഒരു നമ്മളിവിടെ ജാലിയൻ വാലാബാഗ് അല്ലെങ്കിൽ വാഗൻ ട്രാജഡി എന്നൊക്കെ പറയുന്ന പോലെ ഇത് ഈ വെള്ളക്കാരുടെ ഫണ്ടമെന്റൽ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് തോന്നുന്നു ബാക്കിയുള്ളവരെ ഇങ്ങനെ ടോർച്ചർ ചെയ്യുന്നത്. അതിനകത്ത് ഇവരെ ഒരു ജയിലിൽ നിന്ന് വേറൊരു ജയിലിലേക്ക് മാഡം പറഞ്ഞോട്ട് പേരുകൾ ഓർത്തു വെക്കാൻ ഭയങ്കര പാടാ അതിനകത്ത്. നമ്മുടെ നാട്ടിലെ പേരൊന്നും അല്ലല്ലോ. അപ്പൊ ഒരു ജയിലിൽ നിന്ന് വേറൊരു പ്രിസണിലോട്ട് കൊണ്ടുപോകുമ്പോ ഇവരെ കൊണ്ടുപോകുന്ന ഒരു വണ്ടിയുടെ ഡിസ്ക്രിപ്ഷൻ ഉണ്ട്. മേളിൽ ഒരു ഹോള് മാത്രമുള്ള ഒരു വണ്ടി, അതിനകത്ത് 3, 4, 5 ആൾക്കാരെ ഇട്ടിട്ട് ഇവര് മേളിൽ ഇരുന്ന് താഴോട്ട് സ്പിറ്റ് ചെയ്യുക, യൂറിനേറ്റ് ചെയ്യുക. കണ്ട് ഇമാജിൻ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ. അപ്പൊ നമ്മള് പണ്ട് നമ്മുടെ ഒരു സിനിമ വന്നിട്ടുണ്ടായിരുന്നു, നമ്മുടെ കാലാപ്പാനി, കറക്റ്റ്. അപ്പൊ അതിനകത്ത് പല സീനും നമുക്ക് ഇതിനോട് റിലേറ്റഡ് ആയിട്ട് അന്ന് ആ സിനിമ ഞാൻ ഒരു പ്രാവശ്യമേ കണ്ടുള്ളൂ. എനിക്കത് പിന്നെ ഒരിക്കലും കാണാൻ പറ്റിയിട്ടില്ല. അത്രയും നമ്മളെ വല്ലാണ്ട് അതുപോലെ കുറെ കാര്യങ്ങൾ ഇത് വായിച്ചപ്പോഴും എന്നെ വല്ലാണ്ട് ഹോണ്ട് ചെയ്തു. അങ്ങനെ എൻജോയ് ചെയ്തു. നല്ലൊരു ബുക്ക്, നല്ലൊരു സെലക്ഷൻ, നല്ലൊരു വായന. ഇനി ആ ബുക്ക് ഈ പറഞ്ഞോട്ട് വായിച്ചു തീർക്കണം. ഞാനത് എടുത്തു വെച്ചിട്ടുണ്ട്. താങ്ക് യു. അല്ല, പണ്ട് നമ്മുടെ ഈ ഡ്രൈവിംഗും നമുക്ക് എളുപ്പമാണ് മറ്റുള്ളവരെ ബ്ലെയിം ചെയ്യാനും ക്രിട്ടിസൈസ് ചെയ്യാനും ഒക്കെ. കാരണം ഈ റസിനയുടെ ഒരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് ഈ രാഷ്ട്രീയക്കാരെ കുറിച്ച്. നമ്മൾ പലപ്പോഴും നമ്മൾ വീട്ടിലിരുന്നുകൊണ്ട് അവർക്ക് അങ്ങനെ ചെയ്യായിരുന്നു ഇങ്ങനെ ചെയ്യായിരുന്നു എന്നൊക്കെ പറയും. ഈ പണ്ട് ഡ്രൈവിംഗ് നമ്മൾ പഠിച്ചു കഴിയുമ്പോഴാണ് ഈ KSRTC ബസ്സൊക്കെ ഓടിക്കുന്ന കാണുമ്പോൾ നമുക്കൊരു ആരാധന തോന്നും. അതേപോലെ ഈ ഒരു ബുക്ക് വായിക്കുമ്പോൾ ഒരു പൊളിറ്റീഷ്യൻ, അതായത് ഒരു ഡെമോക്രസി ഒരു സ്ഥലത്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കഷ്ടപ്പാട് എത്രത്തോളം ഉണ്ട്. നമുക്ക് വീട്ടിലിരുന്ന് പലപ്പോഴേയും പല രീതിയിൽ നമുക്ക് ജഡ്ജ്മെന്റ്സ് നമ്മൾ പുറപ്പെടുവിപ്പിക്കാറുണ്ട്. പക്ഷെ ഇതിന് പിന്നിൽ എത്രത്തോളം അവരുടെ സ്വന്തമായിട്ടുള്ള സമയം മാറ്റി വെച്ചുകൊണ്ടാണ് അതൊരു പ്രൊഫഷനായിട്ട് പാഷനായിട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. എല്ലാത്തിലും ഇപ്പൊ എല്ലാ പ്രൊഫഷനിലും പ്രശ്നക്കാരുണ്ട്. അതൊരു പൊതുബോധമായിരിക്കും അല്ലേ റസീന മാം? അപ്പൊ എല്ലാവർക്കും ഞാൻ മ്യൂട്ടാ. ഇല്ല കണ്ടിന്യൂ. അല്ലെ, പൊളിറ്റീഷ്യൻസിനോട് ഒരു ആരാധന തോന്നാൻ പാകത്തിന് നമുക്ക് നെൽസൺ മണ്ടേലയുടെ ലൈഫ് സ്റ്റോറി നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്തു. ആലിസ് മാം പറഞ്ഞ പോലെ ഈ സമൂഹത്തിൽ പലതരത്തിലുള്ള ആൾക്കാരുണ്ട് എന്ന് പറയില്ലേ നമ്മള്. അപ്പൊ ഇപ്പൊ ടീച്ചേഴ്സിന്റെ ഇടയിൽ പറയും നല്ല ടീച്ചേഴ്സ് ഉണ്ട്, ചീത്ത ടീച്ചേഴ്സ് ഉണ്ട് എന്നൊക്കെ പറയും. ഇവരെല്ലാം സമൂഹത്തിന്റെ ഒരു ഭാഗമാണ്. അപ്പൊ അവര് നല്ലത് ചീത്തയെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. പിന്നെ ഇപ്പം ഉള്ളിൽ ഫയർ ഉണ്ടാകണം എന്ന് പറയും. എനിക്ക് തോന്നുന്നു ഈ ബുക്കിന്റെ ഈ വായിച്ച 12 പേർക്കും ഉള്ളിൽ ഫയർ ഉണ്ട്. നല്ല ഡിഫിക്കൽട്ട് ആയിരുന്നു അത് വായിക്കാൻ. ഞാൻ കേൾക്കാൻ തന്നെ കുറച്ച് ഡിഫിക്കൽട്ടാണ്. പിന്നെ നമ്മൾ ഇൻട്രസ്റ്റ്, ഈ പറഞ്ഞ മാതിരി ഭയങ്കര ഇൻട്രസ്റ്റ് കുറച്ച് കേട്ട് കഴിഞ്ഞപ്പോൾ അത് ഇൻട്രസ്റ്റ് ആദ്യം ക്രിയേറ്റ് ചെയ്ത് റസിന മാം തന്നെയാണ്. ആ ഒരു ഒഴുക്ക്, ഈ ബുക്ക് എഴുതിയ പോലത്തെ ഒരു ഒഴുക്ക് ആ പറച്ചിലുണ്ടായിരുന്നു. അതാണ് നമ്മൾ പിന്നെ അടുത്തടുത്ത് ക്രിയേറ്റ്, അത് നമുക്ക് ആ കേൾക്കാനുള്ള ആ ഒരു ഇത് വന്നത്. അങ്ങനെ ഒരു കാര്യം വെച്ചാൽ അതിനകത്ത് കണ്ടന്റ് ഒരുപാടാണ്. അതാണ് ഞാൻ ആദ്യം ഉഷയോട് പറഞ്ഞിരുന്നു. അതിന്റെ കണ്ടന്റിന്റെ ഇത് കാരണം നമുക്ക് അത് ചുരുക്കി പറയാനൊക്കെ ഭയങ്കര പാടാ ആക്ച്വലി. അല്ലാതെ അത് വായിച്ച് ഉൾക്കൊള്ളാനല്ല, അത് ചെറിയ സമയത്തിൽ പറഞ്ഞു ഫലിപ്പിക്കാൻ റിയലി ഡിഫിക്കൽട്ട്. പ്രേമ മാഡം അതന്നെയായിരുന്നു പറഞ്ഞിരുന്നത്. സാർ പറഞ്ഞു, ഞാനേ വായിച്ചത് മുഴുവൻ പറയണില്ല ഇല്ലാട്ടോ അലീസ്. ഞാൻ പറഞ്ഞു വായിച്ചത് മുഴുവൻ പറയണ്ട, അതിനകത്തുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ മതി, ബാക്കി ബുക്ക് വായിക്കട്ടെ. അതിന് ബുക്ക് വായിക്കാനുള്ള ഇൻസ്പിറേഷൻ നമുക്ക് തരിക എന്നുള്ളതാണ് ഈ ഉദ്ദേശിക്കുന്നത്. അപ്പൊ എനിക്ക് ഇതിനകത്ത് ഇത് കേൾക്കുകയും വായിച്ചില്ല കേൾക്കുകയൊക്കെ ചെയ്തപ്പോ എനിക്ക് തോന്നിയത് ഈ 20 വർഷം അല്ലേ ഈ ജയിലിൽ കിടന്നു. അത് വളരെ പൂമത്തിയൊന്നും ആയിരുന്നില്ല. അതിനകത്ത് ഒരു ഇൻസിഡന്റ് എവിടെയോ ഞാൻ വായിച്ചോ കേൾക്കുകയോ ചെയ്തത് എന്താന്ന് വെച്ചാല്, ദിവസവും കാലത്ത് കുറെ വോളിബോളിന്റെ സൈസുള്ള സ്റ്റോൺസ് ഒന്ന് ഡംപ് ചെയ്യും. വൈകുന്നേരം ആകുമ്പോഴത്തേക്കും അത് ക്രഷ് ചെയ്ത് പൊടിയാക്കണം. അപ്പൊ അവിടെ
അവിടെ സ്വാതന്ത്ര്യത്തെ കുറിച്ച് ചിന്തിക്കാൻ സമയം ഉണ്ടായിരുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. സ്വാതന്ത്ര്യം അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള ആ ഫയറൊക്കെ എന്തിനാണ് നമ്മൾ ചെയ്യുന്നത് കിടക്കുന്നത്, ഇത്രയും കഷ്ടപ്പെടുകയല്ലേ അതിനകത്ത്. അപ്പോഴും കാത്തു സൂക്ഷിച്ചത് എന്താ? ഒരു ഫോർഗീവ്നെസ്. അതുപോലെ തന്നെ അദ്ദേഹത്തിന് എപ്പോഴും ഉണ്ടായിരുന്നതാണ് പോസിറ്റീവ് തിങ്കിങ് എന്ന് പറയുന്ന കാര്യം. ഇപ്പൊ നമ്മൾ പറയും പോസിറ്റീവ് തിങ്കിങ്ങിനെ കുറിച്ച്, അദ്ദേഹത്തിന് അന്നേ ഉണ്ടായിരുന്നു അത്. പിന്നെ ഒരു ബിഗ് പിക്ചറിലെല്ലാം കാണാനുള്ള ഒരു കഴിവ്, കഴിഞ്ഞിട്ട് ഞാൻ ഇറങ്ങിയിട്ട് എങ്ങനെയായിരിക്കും എന്ന് കാണാനുള്ള ഒരു കഴിവ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. പിന്നെ എത്ര എനിമീസ് ആണെങ്കിലും അവരെ ഒരു സ്മൈലോട് കൂടി കൺഫ്രണ്ട് ചെയ്യാം. ഇതും അദ്ദേഹത്തിന്റെ ഒരു ക്വാളിറ്റി ആയിരുന്നു. അപ്പൊ എനിക്ക് തോന്നുന്നത് റസിന മാം പറഞ്ഞതോ വെച്ച് ഞാൻ പറയാണ്, ഇതൊക്കെ കിട്ടിയത് പാരന്റിംഗ് എന്നാണ്. ആ അച്ഛന്റെ ആ ഒരു ഇൻഫ്ലുവൻസ്, അതുപോലെ അമ്മയുടെ ഇൻഫ്ലുവൻസ് ലേറ്റർ ഓൺ ആണ് മനസ്സിലാക്കിയതെങ്കിലും ആ രണ്ട് ഇൻഫ്ലുവൻസും വളരെയധികം ഇമ്പോർട്ടന്റ് ആയിരുന്നു. അച്ഛൻ ഈ പറഞ്ഞ മതി ട്രൈബിന്റെ എന്തോ ഹെഡോ മറ്റോ ആയിരുന്നല്ലോ. അപ്പം അവിടെ അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങൾ, അദ്ദേഹം അതിലെ അവരുടെ ഓരോരോ പ്രശ്നങ്ങളിൽ ഇടപെടുന്ന രീതികൾ, അതെല്ലാം കണ്ടാണ് ഇദ്ദേഹം പറഞ്ഞത്. അവിടെ നിന്നാണ് ആ ലേണിംഗ് തുടങ്ങിയത്. എനിക്ക് എന്റെ ചുറ്റുമുള്ളവര് അല്ലെങ്കിൽ എന്റെ ആ ക്ലാൻ അല്ലെങ്കിൽ ആ ട്രൈബ് ഇങ്ങനെ നശിച്ചു പോകേണ്ടതല്ല, അവരെ ഉയർത്തിക്കൊണ്ട് വരണോ എന്നുള്ള ഒരു ബിഗ് തോട്ട് വന്നത് ആ അച്ഛന്റെ ആ ഒരു ഇതിൽ നിന്ന് മാത്രമാണ്. ആ ബോൾഡ്നെസ്, എന്തിനെ ഫേസ് ചെയ്യാനുള്ള ഒരു കഴിവ്, ഇതെല്ലാം അവിടെ നിന്ന് തന്നെ കിട്ടിയ ഒരു കാര്യമാണ്. അപ്പം അദ്ദേഹത്തിന് ഈ ഗോൾഡ് മൈനിൽ വർക്ക് ചെയ്ത കാര്യമൊക്കെ പറയുന്നുണ്ടല്ലോ. അന്നേരം ഈ എന്താണ് നമ്മുടെ വൈറ്റ്സ് അല്ലേ, വൈറ്റ്സ് ഒപ്രസ് ചെയ്യുന്നതിനെ കുറിച്ചിട്ടൊക്കെ, അതുപോലെ അവര് ഉപദ്രവിക്കുന്നതിനെ കുറിച്ചൊക്കെ ഒരുപാട് മനസ്സിലാക്കിയത് ആ ഒരു ജോബിൽ ഇരുന്നുകൊണ്ടാണ്. അങ്ങനെ ഒരേ അനുഭവങ്ങളാണ് അദ്ദേഹത്തിനെ ഇങ്ങനെ കൊണ്ടുവന്ന് എത്തിച്ചത്. ഇപ്പൊ ശരിക്കും പറയുകയാണെങ്കിൽ ഇത് സ്കൂളിൽ പാഠപദ്ധതി ആക്കേണ്ടതാണ്. എനിക്ക് തോന്നുന്നു CBSE 10ാം ക്ലാസ്സിലാണ് ഇതുള്ളത്. ഇപ്പൊ ഉണ്ടോന്ന് അറിയില്ല കേട്ടോ, ഇപ്പോഴും ഉണ്ടല്ലേ. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ സ്വാതന്ത്ര്യ സമരം പോലെ തന്നെ അപ്പൊ ഇത് വായിച്ചപ്പോ തോന്നിയത് നമ്മുടെ ഗാന്ധിജി ഇങ്ങനെയാകാനും കാരണം പാരന്റിങ് ആണ്, ഹിറ്റ്ലർ അങ്ങനെയാകാനും കാരണം പാരന്റിങ് ആണ്. അപ്പൊ പാരന്റിങ്ങിന്റെ ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത് വളരെയധികം ഉണ്ട് ഒരു മനുഷ്യനില് എന്നാണ് എനിക്കിത് വായിച്ചപ്പോ തോന്നി. വായിച്ചല്ല, ഞാൻ ഈ ഓഡിയോ ഒക്കെ കേട്ടപ്പോ തോന്നിയത്. വായിച്ചിട്ടില്ല ഇതുവരെ. എന്റെ വീട്ടിലും ഇതുണ്ടോന്ന് എനിക്ക് അറിയില്ല, അത് ഞാൻ ചെക്ക് ചെയ്തിട്ടില്ല. ഉണ്ടാവാനുള്ള സാധ്യത 99% ഉണ്ട്. അപ്പം ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. എല്ലാവരും എന്തായാലും ഇത് വായിച്ചവര് വളരെ നന്നായിട്ടാണ് 12 പേരും ഇത് വായിച്ച് അതിന്റെ ഓഡിയോ ഇട്ടിരിക്കുന്നത്. അത് വായിക്കുമ്പോൾ തന്നെ നമുക്കൊരു ഐഡിയ ഇതിന്റെ ബുക്കിന്റെ മൊത്തത്തിൽ കിട്ടും. അങ്ങനെ അപ്പൊ താങ്ക് യു സോ മച്ച് എല്ലാവർക്കും. കുറച്ചു പേർക്കൊന്നും കയറാൻ പറ്റിയില്ല, പക്ഷെ എന്നാലും നമുക്കൊരു ഓവറോൾ ഐഡിയ ഇതിനെ പറ്റി വായിച്ചവരെല്ലാം തന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു ആലിസ് മാം. ശങ്കർറാം സർ ജോയിൻ ചെയ്തിട്ടുണ്ട്. സർ ഒരു സൈലന്റ് ആയിട്ട് നമ്മുടെ ഡിസ്കഷൻ കേൾക്കാന്നാണ് പറഞ്ഞത്. സർ നമ്മുടെ ടൈം 2 minutes കൂടി ബാക്കിയുണ്ട്. സർ സംസാരിക്കുന്നോ സർ? താങ്ക് യു ഉഷ. യെസ് സർ. ഞാൻ ഉഷയെ പരിചയപ്പെടുന്നത് നമ്മൾ ഇതേപോലെ ഒരു ഓൺലൈൻ മീറ്റിലൂടെയാണ്. അപ്പം ഇങ്ങനെ ഒരു പ്രചോദന അല്ല, ഇതിന്റെ പേരെന്താണ് ഈ ബുക്ക് പ്രചോദന ബുക്ക് ക്ലബ്? ഓക്കെ. അപ്പൊ അങ്ങനെ ഒരെണ്ണം ഉണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എനിക്കും അതൊന്ന് കേട്ടാ കൊള്ളാമെന്ന് ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചതിന്റെ ഭാഗമായിട്ടാണ് എന്നെയും ഇന്ന് ഇൻക്ലൂഡ് ചെയ്തത്. ഞാൻ ഈ ബുക്ക് I think I read this book probably 15-16 years back. അതിന് അന്ന് എനിക്കൊരു 15 day ശബരിമല ഡ്യൂട്ടി വന്നു. അപ്പൊ ശബരിമല ഡ്യൂട്ടി സാധാരണ പോകുമ്പോൾ സീസണിലല്ലായിരുന്നു എന്ന് തോന്നുന്നു. യൂഷ്വലി സീസണിലാണെങ്കിൽ ഭയങ്കര തിരക്കാണ്. സന്നിധാനത്ത് ഡ്യൂട്ടി എടുക്കുമ്പം ഭയങ്കര തിരക്കാണ്. അപ്പം നമുക്ക് സമയം കിട്ടത്തില്ല വേറെ ഒന്നും. You are always the duty is usually along with 5 other doctors from various specialties, from various districts, from various hospitals. അപ്പൊ നമ്മൾ ഒരു ഒട്ടും പരിചയമില്ലാത്ത ഒരു ഗ്രൂപ്പിനെ പലപ്പോഴും പോയി കാണും. ആൻഡ് യൂഷ്വലി വെരി എൻജോയബിൾ. അവരുടെയൊക്കെ എക്സ്പീരിയൻസ് ഒക്കെ ഷെയർ ചെയ്യുകയും നല്ല കൂട്ടുകാർ ഇപ്പോഴും അന്നൊക്കെ പരിചയപ്പെട്ട പലരുമായിട്ടും ഇപ്പോഴും ബന്ധമുണ്ട്. പക്ഷെ ആ വർഷം എന്തോ എനിക്ക് 15 days
സീസൺ അല്ലാത്തതുകൊണ്ടും എനിക്കത് ബോറടിക്കും എന്ന് പറഞ്ഞാണ് ഞാൻ ഈ 600-ൽ കൂടുതൽ പേജുള്ള ഈ ബുക്ക് വാങ്ങിച്ചുകൊണ്ട് പോകുന്നത്. അന്ന് ആ ഹാർഡ് ബൗണ്ടേ ഉള്ളായിരുന്നു. അപ്പം അതൊക്കെ ചുമന്ന് മോളിൽ കൊണ്ടുപോയപ്പോഴത്തേക്ക് ബട്ട് ഇറ്റ് വാസ് എ റിയൽ ഗ്രിപ്പർ. ഐ വാസ് ജസ്റ്റ് സീയിങ് ദ പേഷ്യൻസ്. അവരെ സ്പീഡിൽ ഫോളോ അപ്പ് ചെയ്തിട്ട് നേരെ മുറിക്കകത്ത് കയറി ബാക്കി വായിക്കും. അപ്പം വിത്തിൻ എ വെരി ഷോർട്ട് സ്പാൻ ഓഫ് ടൈം ഐ കുഡ് ഫിനിഷ് ഓഫ് ദ ഹോൾ ബുക്ക്. രാത്രിയിലൊക്കെ നമുക്ക് അവിടെ നല്ല തണുപ്പാ, അപ്പൊ നല്ല സുഖമായിട്ട് കിടന്ന് ഉറങ്ങാം. പക്ഷെ രാവിലെ വരെയൊക്കെ അതിരാവിലെയൊക്കെ എണീറ്റിരുന്ന് വായിച്ച ഓർമ്മയുണ്ട്. അതുകൊണ്ട് ബേസിക്കലി ഇറ്റ്സ് എ ഗ്രിപ്പർ. എനിക്ക് തോന്നുന്നു ഈവൻ ഫോർ ദോസ് ഹു ഹാവൻ റെഡ് ദ ബുക്ക്, ഇന്നത്തെ ഡിസ്കഷൻ റസീന മാഡത്തിന്റെയും സാറിന്റെയും ജോസ് സാറിന്റെയും ആലിസ് മാഡത്തിന്റെ ഒക്കെ കൺസൈസ് ആയിട്ടുള്ള ഗ്രാഫിക് ഡിസ്ക്രിപ്ഷൻ ഓഫ് what happens in various chapters of the book will probably encourage everybody to read the book. എനിക്ക് തോന്നുന്നു നമ്മൾ എത്ര പറഞ്ഞാലും അതിന്റെ it's actually a long walk. It is a long arduous walk like no other walk anywhere in the history of any freedom struggle. Probably everybody must have gone through lots of difficulties during freedom struggles, especially വെള്ളക്കാര്, നേരത്തെ മാഡം പറഞ്ഞ പോലെ the cruelty of the white. പക്ഷേ ഇതൊരു an example of really tough, arduous, long walk. I'm very happy to be a part of this reading session. Thank you, Doctor. എനിക്ക് ഒരു സജഷൻ ഉണ്ട്. ഈ പുസ്തകങ്ങളെല്ലാം ഇംഗ്ലീഷിൽ ഇത് ആഫ്രിക്കാനറിൽ എഴുതിയാന്ന് തോന്നുന്നു. ഇംഗ്ലീഷിൽ എഴുതിയ പുസ്തകമല്ല. അപ്പൊ പ്രോബബ്ലി വെൻ വി ഹാവ് സോ മെനി ക്ലാസിക്സ് ഇൻ ഇംഗ്ലീഷ്, എനിക്ക് തോന്നുന്നു ഇങ്ങനത്തെ സെഷൻസ് ഷുഡ് ഹാവ് എ സ്മോൾ അറ്റ്ലീസ്റ്റ് ഒരു ചാപ്റ്ററിന്റെ ഒരു പേജ് എങ്കിലും നമ്മൾ വായിക്കുകയും കൂടെ വേണം. ജസ്റ്റ് എ കപ്പിൾ ഓഫ് പാരഗ്രാഫ്സ് ഇൻ ഈ ചാപ്റ്റർ നമ്മൾ അത് വായിച്ചിട്ട് പിന്നെ ജിസ്റ്റ് ഓഫ് ഇൻ മലയാളം വുഡ്. ഇതിനെക്കാട്ടിയും എന്നെ ഓട്ടോബയോഗ്രഫിയിൽ സ്വാധീനിച്ചതാണ്. ലൈക്ക് I found it so I was sort of taken up by the autobiography. It's autobiography. I don't know whether you have read the book, Martin Luther King Jr. in the autobiography. It is a fantastic literary work also. So if at all read the autobiography of Martin Luther King Jr., I hope all of you will go through it. Thanks a lot, Usha, for including me in today's session. Thank you. സജഷൻ ആയിരുന്നു. എൻജോയ് ചെയ്ത് തന്നെ അത് വായിക്കുകയും ചെയ്തു. ഇനി ഒരുപാട് പേരിലേക്ക് ഒരു ഇൻസ്പിറേഷൻ ആവാൻ ഒരു പെർസെന്റേജ് എങ്കിലും പ്രചോദന ബുക്ക് ക്ലബിന് സാധിച്ച് വി ആർ ഹാപ്പി. യെസ് ജിഷ, ഗുഡ് ഈവനിങ്. ഒരു മിനിറ്റിലെ താഴെ ഒരു 2 പോയിന്റ് ആഡ് ചെയ്തു. ഓക്കെ. ഒന്ന്, ഉഷ പറയുന്നുണ്ടായിരുന്നല്ലോ മറ്റേ എന്താണ് പൊളിറ്റീഷ്യൻസിനോട് ആരാധന തോന്നിയെന്ന്. മണ്ടേലയുടെ ഒരു ബുക്ക് ഉണ്ട്, അത് ഡെയർ നോട്ട് ടു ലിങ്ക് ദ പ്രസിഡൻഷ്യൽ ഇയേഴ്സ് എന്ന് പറഞ്ഞിട്ട്. അതൊന്ന് വായിച്ചു കഴിഞ്ഞാൽ ആരാധന കുറച്ചൊരു കൂടും. പിന്നെ മണ്ടേലയുടെ വൈഫ്, അതായത് ഈ ലാസ്റ്റത്തെ വൈഫ് ഒരു ഗ്രേസ മിഷേൽ എന്ന് പറഞ്ഞിട്ടൊരു ലേഡി ഉണ്ട്. അവരുടെ പ്രത്യേകത എന്ന് വെച്ചാൽ അത് വന്ന് മൊസാംബിക്കിന്റെ ഫസ്റ്റ് ലേഡി ആയിരുന്നു ആദ്യം. അത് വന്ന് മൊസാംബിക് പ്രസിഡന്റിന്റെ വൈഫ് ആയിരുന്നു ആദ്യം. അതിനുശേഷം മണ്ടേലെ വിവാഹം കഴിച്ചു. അപ്പൊ അവരുടെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാല് ഒരു രാജ്യത്തെ ഒരു ലൈഫില് 2 രാജ്യത്തിലെ ഫസ്റ്റ് ലേഡി ആയിട്ടിരുന്ന ലേഡിയാണ് ഈ അത് വന്ന് ഗ്രേസ മിഷേൽ എന്ന് പറയുന്നത്. അവരുടെ ഒരു ബുക്കുണ്ട്. അത് എനിക്കൊക്കെ എലേഴ്സിനെക്കാളിലും ക്ലർക്കിനെക്കാളിലും PTSD എന്താണ് എന്ന് ഞാൻ മനസ്സിലാക്കിയത്, അത് പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡേഴ്സിനെ പറ്റി ഒരു പ്രോപ്പർ ഐഡിയ കിട്ടുന്നത് അവരെഴുതിയൊരു ഈ ഗ്രേസ മിഷേൽ എഴുതിയൊരു ബുക്ക് വായിച്ചപ്പോഴാണ്. അതിന്റെ പേര്
ദ ഇമ്പാക്ട് ഓഫ് വാർ ഓൺ ചിൽഡ്രൻ എന്ന് പറഞ്ഞിട്ട് അതിനകത്ത് കുറെ ഫോട്ടോഗ്രാഫ്സ് ഉണ്ട്. ഭയങ്കര മറ്റേ അഫ്ഗാനിസ്ഥാനിലെ മറ്റേ സെക്കൻഡ് വേൾഡ് വാറിലൊക്കെ കുറെ കുഞ്ഞുങ്ങളുടെ കുറെ ഫോട്ടോഗ്രാഫ്സ് ഉണ്ട്. എഴുതിയിരിക്കുന്നത് തന്നെ ഇപ്പൊ പറഞ്ഞിരിക്കുന്ന നമ്മുടെ നെൽസൺ മണ്ടേല എഴുതിയ പോലെ തന്നെ ഭയങ്കര ഫ്ലോറി, ഭയങ്കര ഫ്ലോയിങ് ആൻഡ് ഫ്ലോലെസ് ആയിട്ടുള്ള ലാംഗ്വേജിൽ എഴുതിയിരിക്കുന്നത്. അറ്റ് ദ സെയിം ടൈം അതൊന്ന് ഫോട്ടോഗ്രാഫ്സ് കാണുമ്പോൾ നമ്മൾ ഭയങ്കര ഇതാവും. അപ്പൊ ഈ 2 ബുക്സിനെ ഒന്ന് പറയാനായിരുന്നു. താങ്ക് യു ഫോർ ദ എന്തായാലും കൺസിഡർ ചെയ്യുന്നതായിരിക്കും. ഇനി നമുക്ക് ലോങ് വാക്ക് വിത്ത് ഈ ഒരു റീഡിംഗ് ഹാബിറ്റ് നമുക്ക് കൊണ്ടുപോകേണ്ടതാണ്. ഇനി വേറെ ആർക്കെങ്കിലും ഇത് കേട്ടവർക്ക് ഒരു ഫീഡ്ബാക്ക് പറയാനുണ്ടെങ്കിൽ 1 minute. ഓക്കെ, അപ്പോ നെക്സ്റ്റ് ബുക്ക് എന്ന് പറയുന്നത് ജൂൺ മാസം എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം നാഷണൽ റീഡിംഗ് ഡേ ആഘോഷിക്കുന്ന ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് തന്നെ നമ്മള് കേരളത്തിലെ ഓതേഴ്സിനെയാണ് എടുക്കാറ്. നമ്മൾ കഴിഞ്ഞ വർഷം ചിറ്റിലപ്പള്ളി സാറിന്റെ പ്രാക്ടിക്കൽ വിസ്ഡം ആയിരുന്നു എടുത്തിരുന്നത്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തതുപോലെ പാരന്റിങ്ങിന്റെ ഇമ്പോർട്ടന്റ് ആൻഡ് എൻവയോൺമെന്റിന്റെ ഇമ്പോർട്ടന്റ് അതിൽ കൃത്യമായിട്ട് പ്രാക്ടിക്കൽ ലെവലിൽ ചിറ്റിലപ്പള്ളി സാർ പറയുന്നുണ്ടായിരുന്നു. അതിൽ പ്രോഡക്റ്റിനെ കണ്ടു കഴിഞ്ഞാൽ മാനുഫാക്ചറിങ് എത്രത്തോളം ഫ്രൂട്ട്ഫുൾ ആണ് എന്നുള്ളത് മനസ്സിലാക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതാ നമ്മൾ ഇപ്പോഴും ആലിസ് മാഡും റസീന മാഡും ഒക്കെ പറഞ്ഞപ്പോ പാരന്റിങ്ങിന്റെ ഇമ്പോർട്ടൻസും അവിടെ ആ ബുക്കിലും പറഞ്ഞു വെച്ചിട്ടുണ്ട്, നേച്ചർ ആൻഡ് നർച്ചർ. അപ്പോ ജൂൺ മാസത്തില് നമ്മള് കോഴിക്കോട് കളക്ടറായിരുന്ന് എല്ലാവരുടെയും ജനഹൃദയങ്ങളിലേക്ക് എത്തിയ കളക്ടർ പ്രശാന്ത് നായരുടെ ബുക്കാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോ ജൂൺ ഒരു നെക്സ്റ്റ് ഫ്രൈഡേ മുതൽ നമുക്ക് കുഞ്ഞു ബുക്കാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും കഴിഞ്ഞ മുമ്പ് കാർഗിൽ വായിച്ചതുപോലെ ലോങ് വാക്ക് ടു ഫ്രീഡം ഒരു ലോങ് ബുക്കും ആയതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ചും കൂടി ഒരു ലൈറ്റർ വേർഷനും കേരളത്തിൽ നിന്നുള്ള ഒരു ഓതറിനെയും നമ്മൾ വായിക്കുകയാണ്. അപ്പൊ 39ാമത്തെ ബുക്ക് ക്ലബിന്റെ ഡിസ്കഷന് നമുക്ക് എല്ലാവർക്കും വീണ്ടും കാണാം. ഡോക്ടർ ശങ്കർ രാം സാറിനും റസീന മാമിനും ബാക്കി എല്ലാവർക്കും നമ്മുടെ പ്രചോദന ബുക്ക് ക്ലബ് മെമ്പേഴ്സിന് ഇത്രയും ആക്റ്റീവായിട്ട് ഇൻതൂസിയാസ്റ്റിക് ആയിട്ട് ആലിസ് മാഡം പറഞ്ഞത് വീണ്ടും കടയെടുക്കുകയാണ്. ഈ വായിച്ച 12 പേർക്കും ഉള്ളിന്റെ ഉള്ളിൽ ആ ഒരു ഫയർ ഞങ്ങളിലേക്കും എത്തിച്ചു തന്നതിന് വീണ്ടും നന്ദി പറയുന്നു. താങ്ക് യു ആൻഡ് ഗുഡ് നൈറ്റ്. താങ്ക് യു.